So once again, I'm not a financial professional അല്ലെങ്കിൽ ഫിനാൻഷ്യലി ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് തരാൻ പറ്റുന്ന ഒരാളല്ല. ഞാൻ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ മാർക്കറ്റിൽ ഒരു എസ്റ്റിമേഷൻ തരാണ്. അപ്പം അത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം കാണുക ഗൈസ്. ഓക്കെ, സോ നമുക്ക് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളിത് ഓക്കെ ആണോ എന്നുള്ളത് പറഞ്ഞു തരണം എനിക്ക്. വിൻഡോ 1 സെക്കൻഡ് ഷെയർ. ഓക്കെ, എൻ്റെ സ്ക്രീൻ ഇപ്പോൾ കാണാവോ? നിങ്ങൾക്ക് സ്ക്രീൻ കാണാവോ? ഓക്കെ, സോ നമുക്ക് ഗോൾഡ് ചാർട്ട് ജസ്റ്റ് സോൺസ് മാർക്ക് ചെയ്യാം. നമ്മളെ ലൈവിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള സംഭവമാണ് ഇത്. ഗൈസ്, നിങ്ങൾ ഓഡിയോ മ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ ഞാൻ ഈ ചാർട്ടിലുള്ള ഇപ്പം മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് എല്ലാം ഒഴിവാക്കുകയാണ്. ഓക്കെ, ലെവൽസ് എല്ലാം ക്ലിയർ ചെയ്യാൻ പോണ്. റിമൂവ് 40 ഡ്രോയിങ്സ്. സോ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഡ്രോയിങ്സ് ക്ലിയർ ചെയ്തു. നമുക്ക് വീക്കിലി തൊട്ടിട്ട് നോർമലി ഇപ്പം ഞാനൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അല്ലെങ്കിൽ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വീക്കിലൊക്കെ ഇത് വർക്കൗട്ട് ആവും. ഫേസ് ആണ് കാണുന്നത്, സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നുണ്ട്. ഒന്ന് സ്ക്രീൻ വലുതാക്കി നോക്ക് ബ്രോ. സ്ക്രീൻ ചിലപ്പോൾ വലുതാക്കി നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കും. കാണുന്നുണ്ടല്ലോ. ഓക്കെ, സോ ഇതിപ്പോൾ വീക്കിലി ചാർട്ടാണ്. ഓക്കെ, അപ്പം ഞാൻ നോർമലി ചെയ്യുന്ന പരിപാടി എന്താണ്, ഇപ്പോൾ ഒരു വീക്കിലേക്കുള്ള ലെവൽസ് മാർക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം ചില സമയത്ത് നമ്മൾ മറന്നു പോകും. ഇപ്പോൾ ട്രേഡിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പം ഏതെങ്കിലും ഒരു ലെവൽ നമ്മൾ ചിലപ്പോൾ മറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീക്കിലിയിലുള്ള മെയിൻ ഏരിയയിലോട്ടൊക്കെ മാർക്കറ്റ് വന്ന് നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ട്രേഡ് പഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എന്താവുമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കുക. അതായത് വീക്കിലിയിലുള്ള ഒരു പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ് റിജക്ഷൻ എടുക്കുന്നതെങ്കിൽ അത് ഒരു 1.5 റിജക്ഷൻ ആയിരിക്കും അവിടെ നിന്നുണ്ടാവുക. അപ്പം നമ്മൾ അവിടെ നിന്ന് ബൈയിങ് ആണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ സെല്ലിങ് വരാൻ ചാൻസ് ഉള്ള ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ട് ബ്ലോ ആയിപ്പോവും. അങ്ങനെയുള്ള ഏരിയയിലായിരിക്കും വീക്കിലിയിൽ ഉണ്ടാവുക. അപ്പം വീക്കിലി തൊട്ടിട്ട് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ഇത് ചെയ്ത് കഴിഞ്ഞാൽ, എസ്റ്റിമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഉപകരിക്കും. സോ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം വീക്കിലിയിൽ. ഇപ്പം നമ്മൾ കാണുന്ന ചാർട്ടിൽ ഒരു മിനിറ്റ്, ഇതിങ്ങനെ ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്. അഡ്മിറ്റ് ഓൾ, ഇതെങ്ങനെ ഇതിൽ സെറ്റപ്പ് മാറ്റാൻ പറ്റുക ഈ ജിമീറ്റിൽ? എല്ലാവരും അഡ്മിറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ആക്കാൻ പറ്റുന്ന രീതിയിൽ. ഗൈസ്, ജോയിൻ ചെയ്യുന്നവർ ദയവ് ചെയ്തിട്ട് മ്യൂട്ട് ചെയ്യ്. പൊറാട്ട അതൊക്കെ പറയുന്നു. ഉണ്ട്, ഇപ്പൊ മ്യൂട്ടഡ് ആണ്. പക്ഷെ ഞാനിപ്പോൾ നോക്കുന്നത് എന്താ പറയുക, ഇത് ഇടയിൽ ഇങ്ങനെ ആൾക്കാർ വന്ന് ജോയിൻ ചെയ്യുന്നില്ലേ, അതെങ്ങനെ ഓട്ടോമാറ്റിക്കലി അവരെ ജോയിൻ ആക്കാന്നുള്ളത്. ഹോസ്റ്റ് കൺട്രോൾസ് ഞാൻ ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് എനിക്കിതിൽ കാണുന്നില്ല. വീഡിയോ ഹോസ്റ്റ്. ഒരു മിനിറ്റ്. ഇപ്പം പോയോ കംപ്ലീറ്റ്? ഷിറ്റ്. എൻ്റെ ഇതന്നെ പോയി. ഞാൻ മീറ്റിംഗ് തന്നെ ഔട്ടായിപ്പോയി. പക്ഷെ തിരിച്ചു വന്നു. ഇതിൽ കാണാവോ? ഇപ്പം സ്ക്രീൻ കാണാവോ? ഇപ്പോഴോ? ഇപ്പം സ്ക്രീൻ കാണാവോ? ഓക്കെ, ഇതിൻ്റെ അകത്ത് അതായത് സെറ്റിങ്സ്, ഈ സെറ്റിങ്സ് ആണോ ഉദ്ദേശിച്ചത്? ഇവിടെയുള്ള സെറ്റിങ്സ് ആണോ? ഇതിലാണോ? ഇതാണോടാ?
ജനറൽ സെറ്റിങ്സ് ഉണ്ടായിരിക്കില്ല. ബോട്ടത്തില് റൈറ്റ് ഒരു ലോക്കിന്റെ ഐക്കൺ ഇതാണോ? ബോട്ടം റൈറ്റ്. ഓക്കെ. ഓക്കെ, ഇതിൻ്റെ അകത്തല്ലേ പോസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, താഴെ ഓപ്പൺ കൊടുത്താൽ മതി. താഴെ ഓപ്പൺ അല്ലേ? ഓക്കെ. ഇനി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ജോയിൻ ആവോ? ഓക്കെ ഓക്കെ, ഡൺ. ഇനി അഡ്മിറ്റ് ആയിക്കോളൂ അല്ലേ വരുന്നവരൊക്കെ? ഓക്കെ, ഡൺ. കാരണം ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഓരോരുത്തരെങ്ങനെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ വി വിൽ ഗോ ബാക്ക് ടു സോൺ മാർക്കിംഗ്. ഇപ്പം വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൻ്റെ അകത്ത് നോർമലി ഇപ്പം ഗോൾഡിൻ്റെ സ്ഥിതി ഇവിടെ ഒരു സോൺ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടല്ലോ. ഈ സോൺ മാർക്കറ്റ് ഓൾറെഡി ടെസ്റ്റ് ചെയ്തു വീക്കിലിയിൽ. ഇത് ഭയങ്കര ക്രിറ്റിക്കൽ സോണാണ്. കാരണം പ്രൈസ് ആക്ഷനിൽ നിങ്ങൾക്ക് അറിയാം, അതായത് ഇതൊരു ഹയർ ഹൈ ഹയർ ലോ ബ്രേക്ക് ഔട്ട് ചെയ്തു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ആ സോണിൽ ടച്ച് ചെയ്തു, ഹയർ ലോ, വീണ്ടും ഹയർ ഹൈ ഹയർ ലോ. ശരിക്കും ഇത് ഹയർ ലോ ആണ്, കാരണം ഇതിൻ്റെ താഴോട്ടേക്ക് വന്നിട്ടില്ലായിരുന്നു. വീണ്ടും ഹയർ ഹൈ ഹയർ ലോ. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? ലിക്വിഡിറ്റി എടുത്തു മാർക്കറ്റ്. സോ ലിക്വിഡിറ്റി എടുത്തത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇതിനി ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനാണ് കൂടുതൽ ചാൻസും. പക്ഷേ ചിലപ്പോൾ ഇത് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോവുക, അഥവാ ഇനി പോവുകയാണെങ്കിൽ തന്നെ. നോർമൽ സിനാരിയോയിൽ ഇത് റേഞ്ച് ബൗണ്ട് സിനാരിയോ ഇവിടെ കാണാം നമുക്ക്. ഇതിപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചറാണ് ഇതിങ്ങനെ. ഈ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ. പ്രൈസ് ആക്ഷൻ പ്രകാരം ഇതുവരെ ബുള്ളിഷ് ഉള്ള സാധനം ബിയറിഷ് ചാൻസസ് തരുവാണ്. അതായത് ഇതെങ്ങാനും മാർക്കറ്റ് വീക്കിലി ടൈം ഫ്രെയിമിൽ ഒരിക്കലും സംഭവിക്കാൻ ചാൻസ് ഇല്ലാത്ത സിനാരിയോ ആണ് ഇത്. വീക്കിലി ടൈം ഫ്രെയിമിൻ്റെ അകത്ത് ഇതെങ്ങാനും നേരെ ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്തെന്ന് കരുതുക. അതായത് ക്ലീൻ ക്യാൻഡിൽ ഒരെണ്ണം ഇവിടെ എവിടെയെങ്കിലും ക്ലോസ് ചെയ്തെന്ന് കരുതുക. ഇതേപോലെ നല്ല ക്ലീനായിട്ട് വിക്കില്ലാത്ത ക്യാൻഡിലാണ് എങ്കിൽ ഗൈസ് നമുക്ക് ഒരു റിസഷൻ പ്രതീക്ഷിക്കാം. അതായത് മാർക്കറ്റ് മൊത്തത്തിൽ എല്ലാ മാർക്കറ്റും ഭയങ്കരമായിട്ട് പാനിക്കാവും. അത് ഗോൾഡാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗോൾഡിൽ നമുക്ക് സേഫ്റ്റി ഹെവൻ എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അസറ്റാണ്. അതെങ്ങാനും ഇതിൻ്റെ താഴെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡിക്കേഷൻ എന്താ? മാർക്കറ്റ് വീക്കിലിയിൽ ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതായത് ഇത് പിന്നെ ചിലപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വരും. അപ്പം റിസിഷൻ ആയിരിക്കും. അങ്ങനെ എങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹിൻഡ് തരുന്നത് റിസിഷനാണ്. കാരണം മൊത്തത്തിൽ എല്ലാ വിപണിനെയും ബാധിക്കും അത്. സോ അങ്ങനെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ വീക്കിലിയിൽ പിന്നുള്ള സോൺ ഇതാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്രൈസ് ആക്ഷൻ പഠിച്ച ആർക്കും മനസ്സിലാവുന്ന ഒരു സംഭവം എന്താ? മാർക്കറ്റിൽ ഒരു ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ, എന്നിട്ട് ഡബിൾ ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് എങ്ങാനും ഇത് പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്തു, എന്നിട്ട് പിന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത പിന്നെ ചാൻസ് എന്താ? വീണ്ടും ലോ ക്രിയേറ്റ് ചെയ്യും, വീണ്ടും ഇങ്ങനെ പിന്നെ ലോ ക്രിയേറ്റ് ആയി പോകാനാണ് ചാൻസ്. അതിനിപ്പോൾ ഏത് ടൈം ഫ്രെയിമിലായാലും ശരി. സോ ഇത് വീക്കിലിയിൽ അങ്ങനെ എങ്ങാനും താഴോട്ടേക്ക് ക്ലോസ് ചെയ്താൽ പിന്നെ എന്താ ചാൻസ്? ഇവിടെ നിന്ന് താഴെ ക്ലോസ് ചെയ്താൽ, ഈ സോണിൻ്റെ താഴെ ക്ലോസ് ചെയ്താൽ പിന്നെ ചാൻസ് ഇവിടെ മെറ്റിഗേറ്റ് ചെയ്ത് നേരെ ഇവിടോട്ട് വരാനാണ്. അത് ഒറ്റയടിക്ക് വരില്ല, പക്ഷേ പതുക്കെ മാർക്കറ്റ് ഇവിടെ എത്തും. സോ വീക്കിലിയിൽ ഇത് ഒരു സോൺ, ഇതൊരു സോൺ, പക്ഷേ ഇവിടോട്ടൊന്നും എത്തൂല. അത് ഭയങ്കര റയർ സിനാരിയോ. ഞാൻ ജസ്റ്റ് ഇൻ കേസ് സംഭവിച്ചാലുള്ളൊരു സിനാരിയോ പറഞ്ഞെന്നുള്ളൂ. ഇത് ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, പിന്നെ ഏറ്റവും വലിയ ഏരിയ ഏതാ? അതായത് വീക്കിലിയിൽ ചാൻസസ് കൂടുതലുള്ള ഏരിയ, അത് നമുക്ക് സോൺ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ലൈൻ ഡ്രോ ചെയ്യാം. കാരണം ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇനി ഒരെണ്ണം ഏറ്റവും ടോപ്പിൽ ക്യാൻഡിൽ ബോഡി തന്നിട്ടുണ്ടായിരുന്നത് ഇവിടാണ്. വീക്കിലിയിൽ ക്യാൻഡിൽ ബോഡി നിങ്ങൾക്കിത് കാണാമല്ലോ. ഇതാണ് വീക്കിലിയിൽ ക്യാൻഡിൽ ബോഡി. ഇനി വീക്കിലിയിലുള്ള വേറെ ഏരിയാസ് വരുന്നത് ഇവിടെ കണ്ടോ? ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതും പിന്നെ ഈ ക്യാൻഡിൽ കണ്ടോ സ്റ്റാർട്ടിങ്ങും എല്ലാം ഈ ഏരിയ ആണ്. അപ്പം ഇവിടെ ഒരു ഏരിയ ഉണ്ട് വീക്കിലിയിൽ. പിന്നെ ഉള്ളത് ഏതാ? പിന്നെ താഴെ
ഇവിടെ ഇതൊരു ഏരിയ ഉണ്ട്, ഈ ഏരിയ. ഓക്കെ, വീക്കിലിയിൽ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ക്യാൻഡിൽ ഇത് ലിക്വിഡിറ്റി ആണ് എടുത്തതെങ്കിൽ അതിൻ്റെ ശേഷം വന്നിട്ടുള്ള ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് ഏരിയ ആണ്, അതായത് ഇവിടെ വീക്കിലി ക്യാൻഡിൽ. പിന്നെ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഈ ക്യാൻഡിലും അതും അത്യാവശ്യം ഓൾമോസ്റ്റ് ഇതിലാണ് നിൽക്കുന്നത്. സോ ഇതാണ് വീക്കിലിയിലുള്ള ഏരിയ. ഇനി നമ്മൾ ഇതിപ്പോൾ വീക്കിലിയിലുള്ള ഏരിയ ആയതുകൊണ്ട് കുറച്ച് നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. വീക്കിലി ഏരിയ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വീക്കിലി ആണെന്നുള്ളത്. ഓക്കെ, ഇതിങ്ങനെ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ എയിം പോലെ കളേഴ്സ് മാറ്റാം. വീക്കിലിയിൽ നിങ്ങൾ നോട്ട് ചെയ്തേക്കാം, വീക്കിലി ഏരിയയിലുള്ള കളർ ഏതെങ്കിലും ഒരു കളർ കൊടുക്കാം, എന്നിട്ട് ആ കളർ മാത്രം ആക്കി വെക്കാം. എന്നിട്ട് പിന്നെ ഡെയിലിയിലോട്ട് വരാം. ഡെയിലിയിൽ കാണുന്ന ഏരിയാസ് ഏതാ നോക്കാം. അപ്പം ഈ വീക്കിലി ഡ്രോ ചെയ്ത ഏരിയ അല്ലേ, അത് ചിലപ്പം ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും നിങ്ങൾ. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ട് ടൈം ഫ്രെയിമിലോട്ട് പോകുന്തോറും ഈ വീക്കിലിയിലുള്ള ഏരിയയിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഈ ഏരിയ ശരിക്കും ഇവിടോട്ട് വെക്കാം. ഓക്കെ, ഇവിടെ ഇത് കുറച്ചും കൂടെ ഷാർപ്പായി. ഓക്കെ, ഇത് കാരണം ഈ കാൻഡിൽസിൻ്റെ റിയാക്ഷൻ കണ്ടോ, ഇത് ഈ കാൻഡിൽസിൻ്റെ റിയാക്ഷൻ ഇവിടെ നിന്നാണ് വരുന്നത്. അതേപോലെ ഇത് ബ്രേക്ക് ഔട്ട് ആയിട്ട് ഇവിടെ നിന്ന് റിയാക്ഷൻ വന്നതാണ്ടോ, ഇത് ബ്രേക്ക് ഔട്ട് ആൻഡ് ഇവിടെ റീടെസ്റ്റ് ചെയ്തു, ഇത് കാണാമല്ലോ നിങ്ങൾക്ക്. എന്നിട്ടാണ് മാർക്കറ്റ് നേരെ ഇവിടെ പോയിട്ട് അവിടുന്ന് ടെസ്റ്റ് ചെയ്തു, അവിടുന്ന് നേരെ റിജക്ഷൻ വന്നു, ഇവിടുന്ന് ടെസ്റ്റ് ചെയ്തു, ഇവിടുന്ന് റിയാക്ഷൻ തന്നു ക്യാൻഡിൽ കണ്ടോ, എന്നിട്ട് നേരെ ബൈങ്ങിലോട്ട് പോയി, പിന്നെ ബ്രേക്ക് ഡൗൺ ചെയ്തു, പിന്നെ ഇവിടെ മാർക്കറ്റ് എത്തിയിട്ടുള്ള ഈ സോൺ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഈ സോണിൽ. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് സോണാണ്. പക്ഷേ മാർക്കറ്റിൽ ഈ ഏരിയ ഇല്ലേ, അതായത് ഇപ്പം വരച്ചിട്ടുള്ള ഈ ഏരിയ, ഇത് വീക്കിലിയിലുള്ള ഒരു ഏരിയ ആണ്. അതുകൂടാതെ ഡെയിലിയിൽ ഈ ക്യാൻഡിൽ റിയാക്ഷൻ നിങ്ങൾക്ക് അറിയാം. ഡെയിലിയിൽ ഇവിടെ ഒരു ഡോജ് ഇത്രയും ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് പിന്നെ ബൈയിങ് പോകാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ബൈയിങ് ക്യാൻഡലിനെ ഓൾമോസ്റ്റ് ഈ ഡോജി ക്യാൻഡിൽ എന്താ പറയുക, ഇംബാലൻസസ് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചെറിയ ഇംബാലൻസ് ബാക്കി ഇപ്പോഴും ഉണ്ട്. അതായത് ഈ ക്യാൻഡിൽ ക്രിയേഷൻ വരുമ്പം ഇവിടെ ഒരു ബാലൻസ് ഇല്ലാതായിരുന്നു മാർക്കറ്റ് പോയിൻ്റായിരുന്നു. പക്ഷേ അത് ക്ലിയർ ചെയ്തു, ഈ ക്യാൻഡിൽ ഓൾമോസ്റ്റ് ക്ലിയർ ചെയ്തു. ഈ ക്യാൻഡിൽ നേരെ വിക്ക് തന്നിട്ടാണ് പിന്നെ മാർക്കറ്റ് ബൈയിങ് കണ്ടിന്യൂഷൻ പോയിക്കൊണ്ടിരുന്നത്. സോ ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥയിൽ ഡെയിലിയിൽ എന്താ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്, ഡെയിലി ക്യാൻഡിൽ ഇത് ഇൻഡിസിഷനാണ്. അതായത് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഈ ക്യാൻഡിൽ ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ദർ ഈസ് എ ചാൻസ് ഇവിടുന്ന് ചിലപ്പം സെല്ലിങ് വരാം, ദർ ഈസ് എ ചാൻസ് ഇവിടുന്ന് നേരെ ബൈയിങ് മാർക്കറ്റ് പോകാം. ബൈയിങ് പോകാനുള്ള ചാൻസസ് എന്താ, ഈ ബൈയിങ് ഏരിയ എല്ലാം മാർക്കറ്റ് ഫിനിഷ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. സോ ബൈയിങ് വരാൻ കൂടുതൽ ചാൻസ് ആണ് ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ അകത്ത്. ഓക്കെ, പക്ഷേ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലായിട്ട് ഇത് ഇങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കളയരുത്, ഇത് ഒറ്റയടിക്ക് അങ്ങോട്ട് ബൈയിങ് പോകും, ഇനി മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അങ്ങോട്ട് ബൈയിങ്, അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യരുത്. ചില സമയത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുക്കുക. കാരണം ഡെയിലി ക്യാൻഡിലാണ് ഇത്. 4 ഹവറിലും 1 ഹവറിലും അല്ലെങ്കിൽ 5 മിനിറ്റിലൊക്കെ എത്ര വലിയ ഏരിയ ആയിരിക്കും എന്നറിയാം, ഭയങ്കര വലിയ ഏരിയ ആയിരിക്കും. സോ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താ, ഡെയിലിയിലുള്ള സോൺ നോക്കാം. അപ്പം ഈ സോൺ ഇത് ഇവിടെ ശ്രദ്ധിച്ചു നിങ്ങൾ, ഇവിടെ ക്യാൻഡിൽ ഇവിടുന്ന് റിജക്ഷൻ എടുത്ത് ക്യാൻഡിൽ മുകളിലോട്ട് പോയി, ഇവിടെ ഒരു ക്യാൻഡിൽ കണ്ടോ, ഇത് ടച്ച് ചെയ്തു, പിന്നെ ഈ സോണിൽ കണ്ടോ, ഇവിടുത്തെ റിയാക്ഷൻ കണ്ടോ, ഇവിടെ ബൈയിങ് വന്നു. അപ്പം ഇതൊരു പെർഫെക്റ്റ് ഏരിയ ആണ്. ഓക്കെ, ഇവിടുന്ന് റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. സോ ഡെയിലിയിൽ മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് മേക്ക് ഓർ ബ്രേക്ക് ഏരിയ, ഇതിനാണ് ഞാൻ പറയാറുണ്ട് ഇങ്ങനെ സ്ട്രീമിൻ്റെ അത്, ഇത് മേക്ക് ഓർ ബ്രേക്ക് ഏരിയയിലാണെന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ അകത്ത് ഈ ഏരിയ ബ്രേക്ക് ഡൗൺ ആയാൽ മാർക്കറ്റ് നോർമലി എന്താണെന്ന് വെച്ചാൽ ഈ റിയാക്ഷൻ ഉണ്ടല്ലോ, അതായത് ബൈയിങ് പോകാനാണ് ഇതിന് കൂടുതൽ ചാൻസ്. ഇത് ബൈയിങ് അല്ലേ നിങ്ങൾ കാണുന്നത്, ബൈയിങ് ആണ്. ബൈയിങ് പോകാൻ കൂടുതൽ ചാൻസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്ലോസ് ചെയ്താൽ സെല്ലിങ് ആവും. പിന്നെ അടുത്ത ഡേയിലെല്ലാം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കൂടുതലും സെല്ലിലോട്ട് ഫോക്കസ് ചെയ്യുക, ബൈയിങ്ങിലോട്ട് ഫോക്കസ് ചെയ്യാതെ ഇതിൻ്റെ താഴെ പ്രോപ്പർ ക്ലോസിങ് തന്നാൽ. പക്ഷേ പ്രോപ്പർ ക്ലോസിങ് തന്നിട്ടില്ല, അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാം ഡെയിലിയിൽ എങ്ങനെയാണ് മൂവ്മെൻറ്റ് വരുന്നതെന്ന്. ഇനി നോർമലി അടുത്തൊരു സോൺ നോക്കാം, ഡെയിലിയിൽ എവിടെ പോയിട്ട് അഥവാ ഇനി ബൈയിങ് പോയാൽ എവിടെ പോയിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്യും ബൈയിങ് പോയാൽ. അപ്പം ഇവിടെ ഒരു സോണുണ്ട്, ഇതിൻ്റെ അകത്ത് ഇവിടെ ഇതിൻ്റെ ഈ ഏരിയ
ഇവിടാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. ഈ ക്യാൻഡിൽസ് എല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ഇത് ഓക്കെ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും സോണാണ്, ബട്ട് ഇത്ര വലിയ സോൺ വരച്ചിട്ട് കാര്യമില്ല. ഇവിടെ തൊട്ടിട്ട് ഓക്കെ, മാർക്കറ്റ് റിയാക്ഷൻ നിന്നിട്ടുള്ളത് ഇവിടെ തൊട്ടിട്ടാണ്. അപ്പം ഇത് ഈ വിക്ക് കൂടെ ഓക്കെ, ഈ വിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ വിക്ക് എൻ്റെ ചെയ്തത് ഇത് കണ്ടോ? ഇവിടുന്ന് ഷാർപ്പായിട്ട് ഇവിടുന്ന് എടുത്തു, ഇവിടുന്നും ഷാർപ്പാണ്, ഇവിടുന്ന് ഷാർപ്പാണ്, ഇവിടുന്ന് അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഇവിടെ കണ്ടോ ക്യാൻഡിൽ ഇങ്ങനെ ഇത്രയും സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു ഈ ഏരിയ. എന്നിട്ട് ഇവിടെ ടെസ്റ്റ് ചെയ്ത് നേരെ വീണ്ടും താഴോട്ടേക്ക് വന്നു. അപ്പം ഇവിടെ സോണാണ് ഇത്. ക്യാൻഡിൽ റിയാക്ഷൻ തന്നു, ഇവിടെ ക്യാൻഡിൽ റിയാക്ഷൻ തന്നു, ഇവിടെ ക്യാൻഡിൽ റിയാക്ഷൻ തന്നു, വീണ്ടും ലിക്വിഡിറ്റി. ഇത് ലിക്വിഡിറ്റിയാണ്. ഇതുണ്ടോ? ഈ സോണിൻ്റെ മുകളിലോട്ട് പതുക്കെ തന്നിട്ട് നേരെ താഴെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ താഴെ ക്ലോസ് ചെയ്താൽ പിറ്റേത്തെ ദിവസം തൊട്ടിട്ട് നമുക്ക് ബൈയിങ്ങിനേക്കാളും സെല്ലിങ് പോകുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഇത്രയും സെല്ലിങ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ സോണിൻ്റെ അകത്തുനിന്ന് ഇതുവരെ ടെസ്റ്റ് ചെയ്തു. ഇനി ഡെയിലിയിൽ നമുക്കിപ്പോൾ എന്തായി, നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായി. ഓക്കെ, ഡെയിലിയിൽ ഇങ്ങനെ ആണ് സംഭവിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഇനി അടുത്തത് എന്താ, 4 ഹവറിലോട്ട് നോക്കാം. 4 ഹവറിൻ്റെ അകത്ത് ഓക്കെ, 4 ഹവറിൻ്റെ അകത്ത് നമ്മളിപ്പോൾ എന്താ നോർമലി സിനാരിയോ, മാർക്കറ്റ് ഓൾറെഡി മൂവ്മെൻറ്റ് തന്നു, മുകളിൽ ടെസ്റ്റ് ചെയ്തു, വീണ്ടും ഇതിൻ്റെ ഈ സോണിൽ ഇവിടെ താഴെ ടെസ്റ്റ് ചെയ്തു, വീണ്ടും മുകളിൽ ടെസ്റ്റ് ചെയ്തു, അതിന് ശേഷം കുറച്ചുകൂടെ മുകളിലോട്ട് വന്ന് ലിക്വിഡിറ്റി എടുത്തു, നേരെ താഴത്തേക്ക് വന്നു. ഇപ്പം സംഭവിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള ഇതെന്താ, 4 ഹവറിൻ്റെ അകത്ത് പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുമ്പോൾ നോർമലി ഇത് റേഞ്ച് ബൗണ്ടാണ്. 4 ഹവറിൽ കാണുമ്പം റേഞ്ച് ബൗണ്ടായി മാർക്കറ്റ്. സോ കൂടുതൽ ചാൻസും പ്ലേ ബാക്ക് ഉണ്ടാവും ബ്രോ. ഓക്കെ, പ്ലേ ബാക്ക് ഉണ്ടാവും, ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ചാൻസും മാർക്കറ്റിൻ്റെ അകത്ത് ഇത് ഈ ഏരിയയില്ലേ, ഇതെങ്ങാനും ഇതിൻ്റെ ഈ മാർക്കറ്റ് അഥവാ നാളെ ഓപ്പൺ ചെയ്യുമ്പം താഴോട്ടേക്ക് വരാമെന്ന് കരുതാം. ഇമ്മീഡിയറ്റ്ലി സെല്ലിൽ പോവാതിരിക്കുക. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു ഡെയിലിയിൽ എന്താ സംഭവിക്കാൻ ചാൻസ്. ഇതെങ്ങാനും ഇതിൻ്റെ താഴെ വന്ന് ക്ലോസ് ചെയ്താൽ ഓക്കെ, ഇറ്റ് വിൽ ബി എ സെല്ലിങ് ഇൻഡിക്കേഷൻ. താഴെ വന്ന് ക്ലോസ് ചെയ്യാതെ ഇത് നേരെ വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇതൊരു അതായത് ബൈയിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ബൈയിങ് ഇമ്മീഡിയറ്റ്ലി പോകുന്നവരെ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് വന്നിട്ട് പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരെ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യും. എന്നിട്ട് ഇത് സോൺ വരെ മാർക്കറ്റ് മെറ്റിഗേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ സോണിൻ്റെ അകത്താണ് മാർക്കറ്റ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കളിക്കുന്നത്. അപ്പം ഇൻ കേസ് ഇതിൻ്റെ അകത്ത് ക്ലോസ് ചെയ്ത് കരുതുക, അപ്പോൾ ഇതുവരെ ടാർഗറ്റ് കിട്ടും നമുക്ക് ഡെയിലിയിലോ എല്ലൊക്കെ ലോങ് ടൈം ഫ്രെയിമിലോട്ട് നോക്കുമ്പോൾ. പക്ഷേ നമുക്ക് സ്കാൽപ്പോ അങ്ങനെയുള്ള ട്രേഡില്ലേ, ചെറിയ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ ചെയ്യേണ്ടത്, നമുക്ക് കുറച്ചുകൂടെ ഷോർട്ട് ടൈം ഫ്രെയിമിലോട്ട് പോയി നോക്കണം. അപ്പം അതിൻ്റെ മുമ്പായിട്ട് 4 ഹവറിൽ റിയാക്ഷൻ ചാൻസസ് ഉള്ള ഏരിയ 4 ഹവറിൻ്റെ അകത്ത് ഏതെങ്കിലും ഉണ്ടോ നോക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, 4 ഹവറിൻ്റെ അകത്ത് നമുക്ക് ഏതെങ്കിലും ഏരിയാസ് മാർക്ക് ചെയ്യാനുണ്ടോ നോക്കാം. ഒന്ന് ഇവിടെ ഓക്കെ, അതായത് താഴെ എങ്ങാനും ഇത് ക്ലോസ് ചെയ്താൽ റിയാക്ഷൻ ഉണ്ടാവാനുള്ള ഏരിയ ഒരെണ്ണം ഇവിടെ. ഇത് നമുക്ക് കുറച്ച് കളർ മാറ്റാം. ഞാൻ യെല്ലോ ആക്കിയിട്ട് ഇതിൻ്റെ സ്ട്രെങ്ത്ത് കുറയ്ക്കാം, 3-2 ഓക്കെ. ഇതൊരു ഏരിയ ആണ്. ഇവിടെ കണ്ടോ നിങ്ങൾ, ഇവിടെ എല്ലാം ക്ലിയറാണ്. ഇവിടുന്ന് കറക്റ്റ് മാർക്കറ്റ് മുകളിലോട്ട് എടുത്തു, ഇതിൻ്റെ ശേഷം ബ്രേക്ക് ഡൗൺ ചെയ്തു, ഇവിടെ ടെസ്റ്റ് ചെയ്തു, നേരെ താഴത്തേക്ക് വന്നു, ഇവിടെ ടെസ്റ്റ് ചെയ്തു, താഴത്തേക്ക് വന്നു, പക്ഷേ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഈ ഏരിയയിലോട്ട് വന്ന് ഇവിടെ ടെസ്റ്റ് ചെയ്ത് നേരെ മാർക്കറ്റ് പോയി. അപ്പം ഇത് ഡെയിലി ഏരിയ ആണ്, ഇത് 4 ഹവർ ഏരിയ ആണ്. സോ ഇത് മനസ്സിലുണ്ടാവണം നിങ്ങൾക്ക്. അപ്പോൾ 4 ഹവറിൻ്റെ അകത്ത് നിന്ന് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്തതിന് നേരെ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടോ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത ഏരിയാസ് നോക്കാം പിന്നെ അടുത്തത്. അപ്പം ഈ ഒരു ഏരിയ സപ്പോസ് ഇവിടെ ഈ ഒരു ഏരിയ കണ്ടോ, ഇത് ഓൾമോസ്റ്റ് ഇത് ഫില്ല് ചെയ്യാതെ ഇവിടുന്ന് റിജക്ഷൻ വന്നു, അതിൻ്റെ ശേഷം അത് ടെസ്റ്റ് ചെയ്തു, ഈ ഏരിയ കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് റിജക്ഷൻ വന്നു, വീണ്ടും അത് ബ്രേക്ക് ഔട്ട് തന്നിട്ട് ഈ സോണില്ലേ, ഈ സോൺ നമ്മൾ 4 ഹവറിൽ വരച്ചേ, ആ സോണിൽ വന്നിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്തു. അപ്പം ഇനി കൂടുതൽ ചാൻസസ് എന്താ, മാർക്കറ്റ് ഈ 4 ഹവറിൻ്റെ അകത്ത് അഥവാ ബൈയിങ് വന്നാൽ ഇമ്മീഡിയറ്റ്ലി ബൈയിങ് ആണെന്ന് കരുതുക, ഇങ്ങനെ ബൈയിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ സെല്ലിങ് പോവാതിരിക്കുക. കാരണം എന്താ, നിങ്ങളിവിടെ കാണുവാണ് ഒരു പിവോട്ട് പോയിൻ്റ് ആണ്. ഇവിടെ കണ്ടോ മാർക്കറ്റ് ക്യാൻഡിൽ ക്രിയേഷൻ തന്നതുണ്ടോ, ക്രിയേഷൻ എങ്ങനെ വന്നിട്ടുള്ളത്, വിക്കില്ലാതെ ഡയറക്റ്റായിട്ട് നേരെ താഴത്ത് വന്നു. അപ്പം ചില സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്യും, അത് വിക്ക് അവിടെ മെറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി വരും. ഇവിടെയും വിക്കില്ല,
അപ്പോൾ അത് ചിലപ്പോൾ മെറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് വന്നിരിക്കും, അല്ലെങ്കിൽ ചാത്തന്മാർ വരുത്തും. അപ്പോൾ ഈ മാർക്കറ്റ് നേരെ ഇതിൻ്റെ ഈ ഏരിയയിലോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം, TP പ്ലാൻ ചെയ്യണം. കാരണം ഇവിടെ ബുക്ക് ചെയ്തിട്ടില്ല എന്ന് കരുതുക, അപ്പം ദർ ഇസ് എ ചാൻസ് മാർക്കറ്റ് എങ്ങാനും ബൈങ് പോയി എന്ന് കരുതുക, ബൈങ് പോയി ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തു ഈ ഏരിയ, എന്നിട്ട് ഒരു റീടെസ്റ്റ് ചെയ്തു, വീണ്ടും ഇവിടോട്ട് വരാണെന്ന് കരുതുക. ഇവിടോട്ട് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഹാഫോ അല്ലെങ്കിൽ 75% എങ്കിലും പ്രോഫിറ്റ് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. ഇവിടെ നിന്ന് എങ്ങാനും മാർക്കറ്റ് നേരെ തിരിച്ചു വരാണെങ്കിൽ പിന്നെ എന്താക്കും, മാർക്കറ്റ് വീണ്ടും ഈ സോൺ മെറ്റിഗേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വീണ്ടും ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗോൾഡ് ചതിച്ചുകൊണ്ടിരിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. സോ ദർ ഇസ് എ ചാൻസ് ഇത് ഇങ്ങനെ വന്നിട്ട് പിന്നെ ആയിരിക്കും മാർക്കറ്റ് റിയൽ മൂവ്മെൻറ്റ് തരാം. അതായത് ഫുള്ളായിട്ട് എല്ലാ ചെറിയ ചെറിയ ബയസിനെ ഒഴിവാക്കിയിട്ട് പിന്നെ നന്നായിട്ട് മാർക്കറ്റ് ഇതെല്ലാം ഇവിടുന്ന് നിങ്ങൾ വിചാരിക്കും താഴോട്ടേക്ക് വരും, താഴോട്ടേക്ക് ഈ സോണിൽ നിന്ന് താഴോട്ടേക്ക് വരും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ മാർക്കറ്റ് നേരെ ചിലപ്പോൾ സോണൊക്കെ അങ്ങോട്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താക്കുമെന്ന് വെച്ചാൽ നേരെ പറക്കും. അപ്പം ആരും ഇവിടുന്ന് ഇതെങ്ങനെ ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് തന്നാൽ പിന്നെ ഇവിടുന്ന് സെല്ലിങ് ട്രൈ ചെയ്യുന്നതിന് നല്ലത് എന്താ, ബൈയിങ് ട്രൈ ചെയ്യുക. എത്രത്തോളം ബൈയിങ് കിട്ടും അത്രത്തോളം ബൈയിങ് ട്രൈ ചെയ്യുക. ഇനി നമ്മൾ വേറൊരു സംഭവം കൂടെ പറഞ്ഞുതരാം. ഡെയിലീൻ്റെ അകത്ത് നമ്മളൊരു ഇത് പറഞ്ഞിരുന്നു, അത് ഞാൻ മറന്നുപോയി മാർക്ക് ചെയ്യാൻ, അതുകൂടെ മാർക്ക് ചെയ്യാം. ഡെയിലീൻ്റെ അകത്ത് ഒരു ചാനലിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഡെയിലി ടൈം ഫ്രെയിം എടുക്കാം. ഡെയിലി ടൈം ഫ്രെയിം എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് സൂം ഔട്ട് ചെയ്യുക. സൂം ഔട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ചാനൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡെയിലി ടൈം ഫ്രെയിം മൂവ് ചെയ്യുന്നത് ഈ ചാനലിനകത്താണ്. ഓക്കെ, ഇത് പക്ക പെർഫെക്റ്റ് ചാനലാണ്. കാരണം ഇത് പറയാൻ കാരണം ഇത് നോക്കിയ എത്ര ഡോട്ടാണ്, ഇത് ചാനൽ ആണ്. അത് കാരണം ഈ ഡോട്ട് ഇതാണ് മാർക്കാണ്, പക്കാണ്. അതായത് ഒരു അംശം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലാണ് ഈ ചാനൽ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് ഇത് മാർക്കറ്റ് ഇതിൻ്റെ മുകളിലോട്ട് ക്ലോസിങ് തന്നാൽ, ഈ സോണിൻ്റെ മുകളിലോട്ട് ക്ലോസിങ് തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യുക ഈ ചാനൽ മെറ്റിഗേറ്റ് ചെയ്യുന്നവരെ. അല്ലെങ്കിൽ വേറൊരു എക്സ്ട്രാ കൺഫ്ലുവൻസ് ആയി നമുക്ക്. എന്താ കൺഫ്ലുവൻസ്? 5091 ഈ ഏരിയ, ഇത് നമ്മൾ ഡെയിലിയിൽ കണ്ട ഈ ഏരിയ ആണ്. ഓക്കെ, ഡെയിലിയിൽ മെറ്റിഗേറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ഈ ഏരിയയിലോട്ട് വന്നാൽ മാർക്കറ്റ് ചിലപ്പോൾ ഈ രണ്ടും കൂടെ രണ്ട് കൺഫ്ലുവൻസ് ആയി. ഒന്ന് ഈ ചാനൽ, രണ്ടാമത്തെ ഇത്. അപ്പോൾ ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം, ബൈങ്ങിലാണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇൻ കേസ് ഇവിടുന്ന് റിജക്ഷൻ ചെയ്യുകയാണെങ്കിലോ, ഇവിടുന്ന് റിജക്ഷൻ ചെയ്യുകയാണെങ്കിൽ സെല്ലിങ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ടോപ്പിൽ നിന്ന് സെല്ല് കിട്ടുകയാണ് നിങ്ങൾക്ക്, ഏറ്റവും ടോപ്പിൽ നിന്ന്. അപ്പം സെല്ലിങ് ഏരിയയിൽ നിന്ന് ഇത്രയും ടോപ്പിൽ നിന്നൊക്കെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ട്രേഡാണ്. അതായത് പൊസിഷണൽ ട്രേഡ് കിട്ടും ഇവിടുന്ന്, സ്കാൽപ്പിംഗ് അല്ലാതെ പൊസിഷണൽ ട്രേഡ്. അത് വളരെ റയർലിയാണ് ചിലർക്ക് കിട്ടുക. കാരണം ഒരുപാട് മാർക്കറ്റ് ലിക്വിഡേറ്റ് ചെയ്യും, SL എടുക്കാൻ ശ്രമിക്കും, മെൻ്റലി ഫ്രസ്ട്രേഷൻ തരും, എന്നിട്ടേ കറക്റ്റ് മൂവ്മെൻറ്റ് തരുള്ളൂ നോർമലി. സോ അങ്ങനെ എങ്ങാനും ഇവിടുന്ന് മാർക്കറ്റ് റിജക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ സിനാരിയോയിൽ എന്ത് ചെയ്യണം, മാർക്കറ്റ് നേരെ താഴത്തേക്ക് വരണം. സോ ഇനി നമുക്ക് 30 മിനിറ്റിൽ 1 ഹവറിലോട്ടൊക്കെ ഒന്ന് നോക്കാം. ഇപ്പം 1 ഹവറിലുള്ള ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് 1 ഹവറിൽ എന്താ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നേരെ ഈ നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള സോണിൽ നിന്നും മാർക്കറ്റ് താഴോട്ടേക്ക് വരികയാണ്. അപ്പം ഈ താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഇപ്പം എന്താക്കി, ഒരു തവണ ഇവിടുന്ന് ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നു 1 ഹവറിൽ. ഇത് ബൈയിങ് ഇൻഡിക്കേഷൻ തന്നു, ഇവിടെ ഇത്രയും റിജക്റ്റ് ചെയ്തു. അതിന് ശേഷം മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് വന്നിട്ട് ഇവിടെ ലിക്വിഡിറ്റി എടുത്തു. എനിക്ക് തോന്നുന്നത് 1 ഹവറിൽ ഇതൊരു ലിക്വിഡിറ്റി ആണെന്നാണ് ഈ ക്യാൻഡിൽ. എന്നിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, പതുക്കെ പതുക്കെ ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദർ ഇസ് എ ചാൻസ് 1 ഹവറിൻ്റെ അകത്ത് ഇതെങ്ങാനും ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്യാത്തിടത്തോളം ഇത് ബൈയിങ്ങിലോട്ട് പോവാണ്. ഈ ഏരിയ എന്താണ്, ഇത് പ്രൈസ് ആക്ഷൻ പ്രകാരം ഏറ്റവും അവസാനത്തെ ഇതല്ലേ ഏരിയ ആണ് ഇത്. ഓക്കെ, ഈ ഏരിയ മാർക്കറ്റ്, ഓക്കെ, ഇത് 1 ഹവറിലുള്ള സോണാണ്. അപ്പം 1 ഹവറിൻ്റെ അകത്ത് ഈ സോൺ എത്രത്തോളം ഇവിടെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് നോക്കാം. ബൈയിങ് സോണായിരുന്നു, അതിൻ്റെ ശേഷം ഇവിടുന്ന് ബൈയിങ് ബ്രേക്ക് ഔട്ട് തന്നു, ബട്ട് സസ്റ്റെയിൻ ചെയ്തില്ല, നേരെ താഴത്തേക്ക് വന്നു. സോ ഇൻ കേസ് 1 ഹവറിൻ്റെ അകത്ത് ഇത് മുകളിലോട്ട് തന്ന് ക്ലോസിങ് വരുവാണെന്നുണ്ടെങ്കിൽ
ഈ സോണിൻ്റെ മുകളിലോട്ട് ക്ലോസിങ് ചെയ്ത് പ്രോപ്പർ ക്ലോസിങ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് ചാൻസ് കൂടുതൽ എന്താ, നേരെ ബൈങ് പോകും. ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ട് ബൈങ് പോകാനാണ് ചാൻസ് കൂടുതൽ. ഇനി ഇൻ കേസ് ഇതേപോലെ ഫേക്ക് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് ബൈങ് പോകാനാണ് കൂടുതൽ ചാൻസ് 1 ഹവറിൽ. അപ്പം നമുക്ക് എന്തായി, സോൺസ് എല്ലാം ഡിഫൈൻഡ് ആയി. ഇനി നമുക്ക് 30 മിനിറ്റിലോട്ട് പോകാം. 30 മിനിറ്റിൽ എന്താ സംഭവിക്കുന്നത്, 30 മിനിറ്റിലും നമ്മൾ മാർക്ക് ചെയ്ത സോൺസ് എല്ലാം ഇപ്പം ഇൻടാക്റ്റ് ആണ്. ഇനി സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യേണ്ട ആളുകൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെ ബയസ്നെസ്, ഓവറോൾ ബയസ്നെസ് നമുക്ക് മനസ്സിലായി. ഡെയിലിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഡെയിലിയിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് എങ്ങാനും താഴത്തേക്ക് വന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ സെല്ലിങ് പോകാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഡെയിലിയിലുള്ള ആ ഏരിയ ഇതാണ്. ഓക്കെ, ഇപ്പോഴും മാർക്കറ്റ് അവിടെ എന്താണ്, അതായത് ഡെയിലിയിലുള്ള ആ ഏരിയയിലോട്ട് ചിലപ്പം വരാനും ചാൻസ് ഉണ്ട് വീണ്ടും. സോ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഡെയിലി നോക്കുമ്പോൾ കണ്ടോ, ഈ മാർക്കറ്റ് ഇതുവരെ ഇവിടെ മെറ്റിഗേറ്റ് ആയിട്ടില്ല. സി ഓക്കെ, പ്രീവിയസ്ലി മെറ്റിഗേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, പ്രീവിയസ്ലി മെറ്റിഗേറ്റ് ആയിട്ടുണ്ട്. ഇതായിരുന്നു ആ ഡെയിലിയിലുള്ള പ്രധാനപ്പെട്ടുള്ള ഏരിയ. സോ ഇത് 4 അവർ ഏരിയ ആണ്. ഇപ്പം ഇനി ഇൻ കേസ് ഇത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ എന്തായി, 2 സോൺസ് ഉണ്ട്. ഇവിടെ എങ്ങാനും താഴോട്ടേക്ക് ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്താൽ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം 4 അവറിൽ പിന്നെ അടുത്ത ഏരിയ ആണ് ഇത്. പിന്നെ ഇനി നമുക്ക് നോക്കേണ്ട എന്താ, സ്കാൽപ്പ് ഓപ്പർച്യൂണിറ്റി എവിടെന്നെങ്കിലും കിട്ടുമോ. അപ്പോൾ 30 മിനിറ്റിൽ നമ്മൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി, ഇവിടെ മാർക്കറ്റ് ഇപ്പോൾ ഹയർ ഹൈസ്, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഇത് ഹയർ ലോ ആവാനാണ് ചാൻസ്. ഇതെങ്ങാനും ഇനി 30 മിനിറ്റിൻ്റെ അകത്ത് ഈ ഏരിയ, ഇതിൻ്റെ താഴെ, ഇതിന് കളർ മാറ്റാം. 30 മിനിറ്റിൽ ഓക്കെ, ഇതിൻ്റെ താഴെ ക്ലോസിങ് തരാണെന്ന് കരുതുക. ഇതിൻ്റെ താഴെ ക്ലോസിങ് 30 മിനിറ്റിൽ തന്നാൽ പിന്നെ ഈ പ്രൈസ് ആക്ഷനില്ലേ അത് ഡിസ്റ്റർബ് ആവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അഥവാ ഇത് താഴെ ക്ലോസ് ചെയ്താൽ പ്രൈസ് ആക്ഷൻ പ്രകാരം മാർക്കറ്റ് എന്ത് ചെയ്യേണ്ടിയിരുന്നു, മുകളിലോട്ട് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പോകേണ്ട സാധനം നേരെ താഴെ ക്ലോസിങ് തന്നു കരുതുക ഇവിടെ എവിടെയെങ്കിലും. അപ്പോൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ ക്ലോസ് ചെയ്തിട്ട് കാര്യമില്ല, അത് ഫേക്ക് ബ്രേക്ക് ഡൗൺ ആണെങ്കിലോ വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ ശേഷം മാർക്കറ്റ് നേരെ ഈ ഏരിയയില്ലേ ബ്രേക്ക് ഔട്ട് ചെയ്ത് അവിടെ ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും താഴോട്ടേക്കാണോ വരുന്നത് നോക്കുക. അങ്ങനെ താഴോട്ടേക്ക് വരുമ്പം ഈ പ്രീവിയസ്ലി ഇതാണ് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കണം. നിങ്ങൾ ഇവിടെ ഒരു മാർക്ക് ചെയ്ത് വെക്കണം. ഇവിടെ താഴെ വന്ന് ടെസ്റ്റ് ചെയ്തു, ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മാർക്കറ്റ് താഴോട്ടേക്ക് തന്നെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രേക്ക് ഡൗണില്ലേ, ഈ ബ്രേക്ക് ഡൗണിൽ എന്ത് ചെയ്യണം, സ്കാൽപ്പ് ചെയ്യാൻ പറ്റും, ഷോർട്ട് ചെയ്യാം. ഇവിടെ ഷോർട്ട് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ ഇവിടെ സെൽ വെച്ചിട്ട് ഇവിടെ ഷോർട്ട് ചെയ്താൽ എന്തായി, നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ റേഞ്ച് അല്ലെങ്കിൽ ഈ റേഞ്ച് അല്ലെങ്കിൽ ഇവിടെ, അപ്പോൾ TP1 ഇവിടെ, TP2 ഇവിടെ, TP3 ഇവിടെ, ആ ലെവലിൽ പ്ലാൻ ചെയ്യാം. സോ അഥവാ ഡൗണിലോട്ട് ഇത് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഇനി ഇൻ കേസ് 30 മിനിറ്റിൽ തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യുമ്പോൾ തിങ്കളാഴ്ചത്തെ ഫസ്റ്റത്തെ 30 മിനിറ്റ് എങ്ങാനും ഈ മാർക്കറ്റ് പ്രോപ്പറായിട്ട് മുകളിലാണ് ക്ലോസ് ചെയ്യുന്നത് കരുതുക. ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ക്ലോസ് ചെയ്തെന്ന് കരുതുക. അപ്പം എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഇതിങ്ങനെ വന്ന് ബുള്ളിഷ് ക്ലോസിങ് ആണ്. കൂടുതൽ ചാൻസ് എന്താണ്, ഈ പ്രൈസ് ആക്ഷൻ കറക്റ്റായിട്ട് മെറ്റിഗേറ്റ് ചെയ്ത് പോകാനാണ് അപ്പോൾ കൂടുതൽ ചാൻസ്. ആ സമയത്ത് എന്ത് ചെയ്യണം, മ്യൂട്ട് ചെയ്യുക ഗൈസ്. ഹഫ്തൽ ഒരു മിനിറ്റ്, ഞാൻ പുള്ളിനെ മാനുവലായിട്ട് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, മ്യൂട്ടായിട്ടുണ്ട്. സോ നമ്മൾ പറഞ്ഞത് ഇൻ കേസ് ഇത് മുകളിൽ ക്ലോസ് ചെയ്തു എന്ന് കരുതുക, റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് അറിയാം ഈ ഏരിയ ക്രോസ് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ ചെറിയ റീടെസ്റ്റ്മെൻറ്റിനെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ ചിലപ്പം 5 മിനിറ്റിലൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, മുകളിലോട്ട് ട്രൈ ചെയ്യുക. അപ്പം ഇനി ഞാൻ ഇത് ഒഴിവാക്കാണ്. 5 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിലൊക്കെ നോക്കുമ്പോൾ എന്താ സ്ഥിതി നോക്കാം. ഓക്കെ, 15 മിനിറ്റ് നോക്കുമ്പോൾ 15 മിനിറ്റിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് പറയുമ്പോൾ എന്താ, ഇതിപ്പോഴും ബൈങ് ആണ്. ഓക്കെ, ബൈങ് വരാൻ തന്നെയാണ് ചാൻസ്. ഇനി 15 മിനിറ്റിൽ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ തിങ്കളാഴ്ച വരാണെന്ന് കരുതുക. ഇമ്മീഡിയറ്റ്ലി എൻ്റർ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഗ്യാപ്പ് ഡൗൺ ആണെന്ന് കരുതുക, ഇവിടൊക്കെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്ന് കരുതുക. ഇവിടെ തിങ്കളാഴ്ച
ഇവിടെ ഓപ്പൺ ചെയ്ത് തരുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് സെല്ലടിക്കാതിരിക്കുക. കാരണം എന്താ, ഇവിടെ നിങ്ങൾ ഞാൻ പറഞ്ഞു ഇവിടെ 15 മിനിറ്റിൽ ഈ സോൺ ഇത് നോക്കിയാൽ നിങ്ങൾ ഈ ഏരിയ നോക്കിയേ, ഇവിടെ ബൈയിങ് നല്ല സ്ട്രോങ് ബൈയിങ് വന്നിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ എങ്ങാനും ഓപ്പൺ ആയി സെല്ലിങ് പോവാതെ വെയിറ്റ് ചെയ്യുക, ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നോക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യണം, അഥവാ ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ബൈയിങ് റിയാക്ഷൻ തരുവാണെന്ന് കരുതുക. അപ്പം ബൈയിങ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കയറി കൊടുക്കാനല്ല, ഈ ബൈയിങ് വരുന്നത് ഇൻ കേസ് നിങ്ങൾ ഒബ്സർവ് ചെയ്യാണ് 15 മിനിറ്റിൽ ഇവിടുന്ന് റിജക്റ്റ് ചെയ്യണം, മാർക്കറ്റ് ഇവിടെ വന്നിട്ട് മുകളിലോട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യുക, 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിലോട്ട് മാറാം. അപ്പോൾ 5 മിനിറ്റിൽ 3 മിനിറ്റിൽ നോക്കുമ്പോൾ ഇവിടുന്ന് ഓക്കെ കറക്റ്റായിട്ട് ക്യാൻഡിൽ എന്താ പറയുക ലിക്വിഡിറ്റി എടുത്ത് ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കരുതുക. ആ സമയത്ത് 1 മിനിറ്റിലോട്ട് പോവാം. 1 മിനിറ്റിൽ പോയിട്ട് എന്ത് ചെയ്യണം, ചേഞ്ച് ഓഫ് ക്യാരക്ടർ നോക്കാം. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്താ, അതായത് സെല്ലിങ്ങിലുള്ള ഒരു സാധനം, ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. കാണിച്ചു തരാം. അത് ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് ഇങ്ങനെ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സാധനം നേരെ അത് ബ്രേക്ക് ഔട്ട് ചെയ്യാണ്. ഇത് ബ്രേക്ക് ഔട്ടാണ്. 1 മിനിറ്റിൽ എന്തായി, ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് അത്. അതായത് ഈ ഏരിയ ഏറ്റവും ലാസ്റ്റിലുണ്ടായിരുന്ന ഹൈ മാർക്കറ്റ് എന്തായിരുന്നു ചെയ്യേണ്ടിരുന്നത്, അടുത്ത ലോവർ ലോ ക്രിയേറ്റ് ചെയ്യേണ്ട സാധനം 1 മിനിറ്റിൽ എന്തായി, നേരെ ബ്രേക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി എൻട്രി ചെയ്യേണ്ട നിങ്ങൾ. ഇതെപ്പോഴും ഞാൻ പറയുന്ന ബ്രേക്ക് ഔട്ട് ചെയ്ത ഉടനെ എൻട്രി ചെയ്യേണ്ടതാണ്. ഇത് കണ്ടോ, ബ്രേക്ക് ഔട്ട് ചെയ്തൊരു അവസരം തന്നാ കണ്ടോ, നേരെ ഇവിടെ ടെസ്റ്റ് ചെയ്തു. ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നേരെ റീടെസ്റ്റ് ചെയ്തു ആ ബ്രേക്ക് ഔട്ട് ചെയ്ത ഏരിയയിലോട്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ബൈയിങ്ങിലോട്ട് പോവാം. ഈ സെയിം പ്രിൻസിപ്പിൾ, സോറി ഇതിപ്പോൾ എങ്ങനെ വരച്ചാൽ സെയിം തന്നെയാണ്. ഓക്കെ, ഇതെന്തായി, ഈ ഏരിയ ഈ ക്യാൻഡലിൻ്റെ താഴെ SL വെച്ചിട്ട് ടാർഗറ്റ് ചെയ്യാം. ഒരു 2 or 3 പൊസിഷൻ ഓപ്പൺ ചെയ്ത് വെക്കണം. ഒരു പൊസിഷൻ ഇവിടുന്ന് ക്ലോസ് ചെയ്യാം, ഒരു പൊസിഷൻ ഇവിടുന്ന് ക്ലോസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് അതേപോലെ ഇവിടെ പ്ലാൻ ചെയ്യാം. എന്ത്, സെയിം പ്രിൻസിപ്പിൾ അപ്ലൈസ് എവ്രിവെയർ. നിങ്ങൾ സ്കാൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മാർക്കറ്റിലെ റിയാക്ഷൻ നോക്കാം. 15 മിനിറ്റിൽ ഇങ്ങനെ ഈ ഏരിയയിലോട്ട് വരാണ് മാർക്കറ്റ്, അല്ലെങ്കിൽ 15 മിനിറ്റിൽ ഇതിപ്പം ഞാൻ ഇപ്പം വരച്ചതല്ലേ, ഇത് ഒഴിവാക്കാം, കൺഫ്യൂഷൻ ആവും. 15 മിനിറ്റിനകത്ത് നമ്മളെ ഓക്കെ ഈ സോണിലോട്ട് ഇങ്ങനെ വന്ന് ഇവിടോട്ടൊക്കെ വരാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ താഴോട്ട് ക്ലോസിങ് ചെയ്യാണ്, ഇതിൻ്റെ താഴെ ക്ലോസിങ് ചെയ്യുകയാണെന്ന് കരുതുക. ഇത് നമ്മളെ 30 മിനിറ്റ് ഏരിയ ആയിരുന്നോ, ഓക്കെ 30 മിനിറ്റ് ഏരിയ, ഇത് ഒഴിവാക്കട്ടെ ഞാൻ. ഓക്കെ, ഈ 30 മിനിറ്റിൽ താഴെ ക്ലോസിങ് തന്നെന്ന് കരുതാം, താഴെ ക്ലോസിങ് തന്നു. അപ്പോൾ നിങ്ങൾ 5 മിനിറ്റിൽ 1 മിനിറ്റിലോട്ടൊക്കെ വന്നിട്ട് ഈ ക്യാരക്ടർ നോക്കാം. അതായത് ഈ ഏരിയയിൽ ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തന്നിട്ട് തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യുന്നത് ഭയങ്കര താഴത്താണെന്ന് കരുതുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ സോൺ ഉണ്ട്. 15 മിനിറ്റിൽ എന്ത് ചെയ്യാം, നിങ്ങളിവിടെ സോൺ എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ ഈ സോൺ പ്രധാനപ്പെട്ട സോൺ അത് മാർക്ക് ചെയ്ത് വെക്കുക. 15 മിനിറ്റിനകത്ത് ഇതൊരു പ്രധാനപ്പെട്ട സോണാണ്. ഓക്കെ, ഇത് മാർക്ക് ചെയ്താൽ എന്താ ഉപകാരം, അഥവാ മാർക്കറ്റ് തിങ്കളാഴ്ച എങ്ങാനും ലോ ക്രിയേറ്റ് ചെയ്തു, അതായത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലോയിൽ വന്നു കരുതുക, ഇവിടെ എങ്ങാനും ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്കറിയാം ഇവിടെ നിന്ന് എൻട്രി ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചറാണെന്ന്. കാരണം എന്താ, ഈ ഭാഗത്തു നിന്ന് എവിടെ നിന്നും റിയാക്ഷൻ വരും. ചിലപ്പോൾ ഇത് ലിക്വിഡിറ്റി എടുത്തിട്ട് ഇതേപോലെ തന്നെ മാർക്കറ്റ് നേരെ മുകളിലോട്ട് പമ്പ് ചെയ്യും. അതല്ലെങ്കിൽ നേരെ ഇവിടോട്ട് ട്രൈ ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, അത് കണ്ടിന്യൂഷൻ ഇങ്ങനെ സെല്ലിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ട്രൈ ചെയ്യാം. ഓക്കെ, സെല്ലിലോട്ട് എവിടെ വരെ, ഇവിടെ നിന്ന് ഇൻ കേസ് മാർക്കറ്റ് ഇങ്ങനൊരു ഹൈ ഉണ്ടാക്കി കരുതുക 15 മിനിറ്റിൽ. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ നേരെ ഞാൻ പറഞ്ഞ പോലെ 5 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ 1 മിനിറ്റോ വന്നിട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ നോക്കാം. 1 മിനിറ്റിൽ കുറച്ചുകൂടെ പ്രിസിഷനായിട്ട് കിട്ടും, പക്ഷേ വെയിറ്റ് ചെയ്യാൻ അത്രയും തയ്യാറായിരിക്കണം നിങ്ങൾ. 1 മിനിറ്റിൽ നന്നായിട്ട് വെയിറ്റ് ചെയ്യണം. ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായാൽ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുക, ബൈ. സോ ഇതാണ് രത്ന ചുരുക്കം. നിങ്ങൾ ട്രേഡിങ്ങിൽ ചെയ്യേണ്ട ഒരേ ഒരു സംഭവം എന്താ, നിങ്ങൾ ഇതിനെ റെസ്പെക്റ്റ് ചെയ്യുക, മാർക്കറ്റിനെ കംപ്ലീറ്റ്ലി സോൺസും കാര്യങ്ങളും ഡ്രോ ചെയ്യുക ഇതേപോലെ. അതായത് മാർക്കറ്റ് ഒരുപാട് തവണ മെറ്റിഗേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ്, അവിടുന്ന് എന്ത് റിയാക്ഷൻ ഉണ്ടാവാനോ ചാൻസ്, അത് നോക്കുക. അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, പ്രൈസ് ആക്ഷൻ ആണ് മെയിൻ. അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള സോൺസും കാര്യങ്ങളും ഡിഫൈൻ ചെയ്യുക, സെറ്റാക്കുക. എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനൊക്കെ പോകാനുണ്ട് ഗൈസ് പുറത്തേക്ക്. സോ ഐ തിങ്ക് എല്ലാവർക്കും ഏകദേശം ഒരു എസ്റ്റിമേഷൻ, ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതിൽ ഗൈസ്? നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത് മാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എങ്കിലും വന്നില്ലേ? നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത് മാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നില്ലേ? ആ 15 മിനിറ്റ്സിന്റെ ഇപ്പൊ ബൈയിലേക്ക് പോണെന്നെങ്കിൽ 15 മിനിറ്റ്സിന്റെ ഇപ്പൊ ലാസ്റ്റ് ക്യാൻഡിൽ റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും
അതിന്റെ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നെ 5 മിനിറ്റിൽ പോയി നോക്കി, പിന്നെ 1 മിനിറ്റിൽ കാൻഡിലിന്റെ സ്ട്രെങ്ത് നോക്കിയതിന് ശേഷം മാത്രം പഞ്ച് ചെയ്യാൻ വേണ്ടി പറയും. യെസ്, അത് കൂടുതൽ അതായത് ഒരു നന്നായിട്ട് കൺഫ്ലുവൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിലുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലേ, അതിനെ റെസ്പെക്ട് ചെയ്താൽ ട്രേഡ് എടുക്കുമ്പോൾ എന്തായെന്ന് വെച്ചാൽ നിങ്ങൾക്ക് SL കൊടുക്കുന്നത് മാക്സിമം കുറയും. അപ്പോൾ ശ്യാം പറഞ്ഞത് എന്താ വെച്ചാൽ 15 മിനിറ്റ് ടൈം ഫ്രെയിം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് കരുതുക. അപ്പോൾ 15 മിനിറ്റിൻ്റെ അകത്ത് ഇതൊരു ബ്രേക്ക് ഡൗൺ ചെയ്ത് 15 മിനിറ്റിനകത്ത് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് 15 മിനിറ്റിനകത്ത് ഒരു ടൈം, അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണെന്ന് നമുക്ക് കൺഫേം ആയാൽ പിന്നെ എൻട്രി ചെയ്യുമ്പോൾ 1 മിനിറ്റിലോ 5 മിനിറ്റിലൊക്കെ പോയിട്ട് എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺഫ്ലുവൻസ്ഡ് ആണ്. അതാണ് ശ്യാം പറഞ്ഞത്. യെസ്, വേറെ ആരോ കൈ പൊന്തിച്ചിരുന്നു, കണ്ടില്ല ആരാന്ന്. എനി മോർ ഡൗട്ട്സ് ഗൈസ്? ലാസ്റ്റ് ഫോം ചെയ്ത 15 മിനിറ്റ്സ് ലാസ്റ്റ് ഫോം ചെയ്ത ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടോ? ആ, അതിന്റെ മേലെ സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ വന്ന അതിന്റെ ബയാസ് ബൈയിങ് തന്നെയല്ലേ? അത് ഇപ്പം നിങ്ങൾ കാണുന്നത് എന്താ, 15 മിനിറ്റിൽ കറക്റ്റ് ബൈയിങ് ആണ്, ബൈയിങ് വന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇത് ജസ്റ്റ് ഒരു ബൗൺസ് ബാക്ക് ആണ്, അതായത് റീട്രേസ്മെന്റ് ആണ്, റീട്രേസ്മെന്റേ ഉള്ളൂ. ഇതുവരെ ഇതെന്താ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ടില്ല. പ്രൈസ് ആക്ഷൻ പ്രകാരം ഇതുവരെ സെല്ലിങ്ങിലോട്ട് ആയിട്ടില്ല. ഫുൾ സെല്ലിങ് കൺഫ്ലുവൻസ് ഇവിടുന്ന് ഇല്ല ഇതുവരെ. ഇൻഫാക്ട് ഇനി ഇൻ കേസ് മാർക്കറ്റ് എങ്ങാനും ഇത് ഇവിടെ എവിടെയെങ്കിലും ഓപ്പണിങ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അതായത് ഹൈ ലെവലിലോട്ട് ഓപ്പൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അപ്പം എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. കാരണം ഞാനിത് ഇവിടെ എത്തിയപ്പോൾ ഞാനൊരു 0.01 ലോട്ട് SL വെക്കാതെ എൻട്രി ചെയ്തിട്ടുണ്ട്. ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. എൻ്റെ അത്രയും ക്യാപിറ്റൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ 0.01 ഇവിടെ നിന്ന് ഇപ്പോൾ ഇൻ കേസ് ലോയിലും ഓപ്പൺ ചെയ്താലും എനിക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ $50 അത്രയൊക്കെ പോലും, അത്രയും ലോയിലാണെങ്കിൽ പോലും. സോ എനിക്കത് ബിയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ, അഥവാ മാർക്കറ്റ് ഇവിടുന്ന് ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താവും, എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എവിടുന്ന് ക്ലോസ് ചെയ്യണമെന്ന്. അഥവാ ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഹൈയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് ഡിസൈഡ് ചെയ്യും, ഈ ഏരിയയിൽ നിന്ന് ഡിസൈഡ് ചെയ്യും ക്ലോസ് ചെയ്യാൻ. മേലുള്ള വിക്കും താഴെയുള്ള വിക്കും പിന്നെ താഴെയുള്ള ഗ്യാപ്പും രണ്ടൊരു ഇൻഡസിസിയാണ് അവിടെ. നാളത്തെ ക്യാൻഡിൽ തന്നെയാണ് പ്രധാനല്ലേ? ഓപ്പണിംഗ് ക്യാൻഡിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും, അതായത് ഇപ്പോൾ ഓപ്പണിംഗ് ക്യാൻഡിൽ ഇൻഡിസിഷൻ അല്ല വേറെ എന്തെങ്കിലും ടൈപ്പിലാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പം നോർമലി മാർക്കറ്റ് അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളുണ്ടല്ലോ, അതായത് ഇങ്ങനെയൊക്കെയുള്ള ക്യാൻഡിൽസില്ലേ ഇൻഡിസിഷനൊക്കെ ആയിട്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എൻട്രി ചെയ്യാതിരിക്കുക, വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചാൻസ് കിട്ടും. ഇത് 1 ഹവറിൽ നോക്കിയാൽ നിങ്ങൾ 1 ഹവറിൽ നോക്കിയാൽ സി ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ ആണ്. അതും ഇത് 1 ഹവറിൻ്റെ അകത്ത് എന്താ ആകെ വന്നിട്ടുള്ള 20 EMAയുടെ മുകളിലാണ് ഇപ്പോഴും. അപ്പം ദർ ഈസ് എ ചാൻസ് 1 ഹവർ മൺഡേ 1 ഹവർ ഫസ്റ്റ് 1 ഹവർ ദർ ഈസ് എ ചാൻസ് ഇത് വീണ്ടും ഒരൊറ്റ ഗ്രീനെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. ദർ ഇസ് ചാൻസസ് ആണ് എല്ലാ മാർക്കറ്റിൻ്റെ അകത്ത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മനസ്സിലുണ്ടാവണം, എവിടെ റിസ്ക് കൊടുക്കണം, എവിടുന്ന് എൻട്രി ചെയ്യണം, ഇതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ സസ്റ്റെയിൻ ചെയ്യുക. വേറെ ആരോ ഇത് പറഞ്ഞിരുന്നല്ലോ, വേറൊരു സംശയം പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞോ ബ്രോ, ഇത് ഇപ്പൊ ഈ ട്രേഡിംഗ് ജേണിയിൽ ഒരു ദിവസം എത്ര ലോട്ട് സൈസ്, അതേപോലെ ഇത്ര റിസ്ക്, അതേപോലെ ഇത്ര ട്രേഡ് എന്നുള്ളത് പ്ലാൻ ചെയ്തിരുന്നു കറക്റ്റ് ആയിട്ട്? അതായത് എൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോസ് കണ്ടാൽ ബ്രോന് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതായത് $10 ഉള്ള സമയത്തൊക്കെ ഉള്ളത് ഞാൻ വളരെ റയർ ട്രേഡ്സ് ആയിരുന്നു എടുക്കാറ്. അതായത് പക്ക വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ചാനലിൽ മൂവ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ആണെങ്കിൽ ആ ചാനലിൻ്റെ ഹൈന്നു റിസ്ക് എടുക്കുക, അല്ലെങ്കിൽ ആ ചാനൽ ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റിൽ കറക്റ്റ് എൻട്രി എടുക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ അതായത് A ക്ലാസ് എൻട്രി എന്ന് പറയും, A ക്ലാസ് സെറ്റപ്പ്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് എൻ്റെ ആകെ ക്യാപിറ്റൽ $10, അതെങ്ങനെയെങ്കിലും ഒരു $15 ഞാൻ ആദ്യം എത്തിച്ചു. $15 ഒരു $20-30 എത്തിച്ചപ്പോൾ കുറച്ചുകൂടെ ഇങ്ങനെ കോൺഫിഡൻസ് കൂടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഇതേമാതിരി 1 മിനിറ്റും 5 മിനിറ്റിലൊക്കെ പോയിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് എൻട്രി ഉള്ളു B ക്ലാസ് സെറ്റപ്പ് ഒക്കെ കാണുകയാണെങ്കിൽ ചെറുതായിട്ടൊക്കെ നമുക്ക് ചെറിയ സംശയമുണ്ട്, ചിലപ്പം SL അടിക്കാം. അപ്പം അതിലും കയറാൻ തുടങ്ങും. ഒരു $30 ഒക്കെ ആയപ്പോൾ ഞാൻ അങ്ങനെയും ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ മെയിൻ സംഭവം ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ
നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സംഭവം പക്ക ആയിട്ട് നിങ്ങൾക്ക് തോന്നാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഇതാണ്, ഇവിടുന്ന് നടക്കാൻ പോകുന്ന സംഭവം ഇതാണ്. അപ്പോൾ റിസ്ക് എത്ര എടുത്താൽ ഞാൻ സർവൈവ് ചെയ്യാൻ എത്ര ചാൻസ് ഉണ്ട്? 5 എൻട്രി വരെ ഞാൻ സർവൈവ് ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ $50 അക്കൗണ്ടിൽ, $1 $10 ആണ് ഒരു ട്രേഡിന് SL വെക്കുന്നത് കരുതുക. അപ്പോൾ ഞാൻ എത്രത്തോളം എനിക്ക് എൻട്രി എടുക്കാൻ പറ്റും? 5 എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവണം. എൻ്റെ മനസ്സിൽ ഇതായിരുന്നു ഇനീഷ്യലി. എൻ്റെ മനസ്സിലെന്താ, $10 ഉള്ളൂ, എനിക്ക് എടുക്കാൻ പറ്റുന്ന എൻട്രി 2 എൻട്രി ആയിരുന്നു. ഞാൻ ഒരു എൻട്രിയിൽ റിസ്ക് എടുക്കുന്നത് $5 ആണ്. അപ്പോൾ ആ $5 2 പ്രാവശ്യം റിസ്ക് എടുത്താൽ കഴിഞ്ഞു, അക്കൗണ്ട് ബ്ലോ ആയി. അപ്പം ഞാൻ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന എൻട്രി നിങ്ങൾക്ക് കണ്ടാലറിയാം. ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന അത്രയും ഇമോഷണലി ഞാൻ വിചാരിച്ചിരുന്നു ഇത് ഇപ്പം പോകുന്നു, അതായത് വാഷ് ഔട്ട് ആവും ഇമ്മീഡിയറ്റ്ലി. അപ്പം അതിൽ വെയിറ്റ് ചെയ്തിരുന്നു, പ്രോസസ്സിൽ വെയിറ്റ് ചെയ്തിരുന്നു, സ്റ്റിക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് എന്തായെന്ന് വെച്ചാൽ അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, അതിൻ്റെ ശേഷം അടുത്ത എൻട്രിയിലും ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, അതിൻ്റെ ശേഷം അടുത്ത എൻട്രി. അപ്പം നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ആവാണ്. അപ്പം എന്താവുമെന്ന് വെച്ചാൽ ഈ എൻട്രിയില്ലേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് നിങ്ങൾ റിസ്ക് എത്ര ആണ് എടുക്കാൻ പറ്റുക, എത്ര എൻട്രി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആ ഒരു ക്യാപിറ്റലിൽ, ഇത് മനസ്സിലുണ്ടാവണം. ഇപ്പം എനിക്ക് ഈ 0.1 വെച്ചിട്ട് എത്ര എൻട്രി ചെയ്യാൻ പറ്റും? $10,000 അടുപ്പിച്ചിട്ടുണ്ട്. എത്ര എൻട്രി ചെയ്യാൻ പറ്റും? എനിക്ക് ഒരുപാട് എൻട്രി ചെയ്യാൻ പറ്റും. സോ ഇപ്പം എടുക്കുന്ന 0.01 ഞാൻ എടുക്കുന്ന ട്രേഡ് എന്താണ്, കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ് ഇത്രയും ക്യാപിറ്റൽ വരുമ്പോൾ. ഈ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളെ ക്യാപിറ്റൽ $100 ആണെന്ന് കരുതുക. നിങ്ങൾ എടുക്കുന്ന റിസ്ക്, ചിലർ റിസ്ക് $5 ആയിരിക്കും അപ്പോഴും എടുക്കുക. $5 റിസ്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര എൻട്രി ചെയ്യാൻ പറ്റും? അപ്പം ഒരാൾ $10 റിസ്ക് എടുക്കുകയാണെങ്കിൽ 10 എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. $5 റിസ്ക് ചെയ്യുന്ന ആളാണെങ്കിലോ അവർക്ക് 20 എൻട്രി ചെയ്യാൻ പറ്റും. ആ 20 എൻട്രിയും എല്ലാ എൻട്രിയും ലോസിൽ പോവോ? ഇല്ലല്ലോ. അത്രയും ഷാർപ്പായിട്ട് എൻട്രി ചെയ്യാൻ നോക്കുന്ന ആളായിരിക്കും ഈ $5 റിസ്ക് വെച്ചിട്ട് എൻട്രി ചെയ്യുന്നത്. അതാ വ്യത്യാസം. ശ്യാം പറഞ്ഞോ. അല്ല ഈ യൂട്യൂബർമാരും ഇതൊക്കെ പറഞ്ഞു പഠിച്ചിട്ടേ $1,000 0.1 $10,000 1 പറഞ്ഞിട്ട് അങ്ങനെ അതാണ് ആൾക്കാര് സത്യം, അതേ രീതിയിൽ എടുത്തിട്ടാണ് ഈ അക്കൗണ്ട് വാഷ് ഔട്ട് ആക്കുന്നത്. സത്യം. അത് കറക്റ്റ് സ്ട്രാറ്റജി കിട്ടാത്ത, കറക്റ്റ് എൻട്രി കിട്ടാത്ത കാരണേ സത്യം. അത് കാരണം അങ്ങനെ ബ്ലോ ആവുന്നത്. അപ്പൊ നോക്കി 0.01 തന്നെ എടുത്താൽ മതി. അപ്പൊ അത്രേ ഉള്ളൂ. യെസ്, ധോനി വേണമെങ്കിൽ 1 ലോട്ട് എടുക്കാം. അതെ, സത്യം. യെസ് ഗൈസ്, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ബ്രോ അതേപോലെ ഈ സൈക്കോളജി എങ്ങനെ റെഡിയാക്കി വന്നത്? ഇപ്പൊ എനിക്ക് അത്യാവശ്യം മാർക്കറ്റിലൊക്കെ നിന്ന് പരിചയമുണ്ട്. ഇപ്പൊ ഈ ബ്രോ പറഞ്ഞ ഈ പ്രൈസ് ആക്ഷനും കാര്യങ്ങളും എല്ലാം ഇതൊക്കെ ഓൾറെഡി അറിയുന്ന സംഭവം. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോഫിറ്റും ഉണ്ട്, അതേപോലെ ലോസും ഉണ്ട്. ബ്രേക്ക് ഈവനിൽ ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക 2-3 വർഷമായിട്ടും. ഈ മെയിൻ ആയിട്ട് ഞാൻ കണ്ടെത്തിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സൈക്കോളജിന്റെ പ്രശ്നം. അതെങ്ങനെ ബ്രോ ഒന്ന് റെഡിയാക്കി എടുക്കുക? സൈക്കോളജിയിൽ ബ്രോ ചെയ്യേണ്ട മെയിൻ സംഭവം, ഞാനിത് പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾക്ക് മെയിൻ സംഭവം എന്താണെന്ന് അറിയോ, നമ്മളെ ലൈഫ് റിലേറ്റഡ് ആണ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിൽ മാത്രമുള്ളൊരു സംഭവമല്ല. ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങളെ ലൈഫിൽ സംഭവിക്കുന്ന, നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ്, നിങ്ങൾ ആരുടെടുത്തെങ്കിലും പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, അനാവശ്യമായിട്ട് നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങളെ അഭിപ്രായം പറയുക, ഇൻവോൾവ് ചെയ്യുക, അനാവശ്യമായിട്ട് ഏതെങ്കിലും, ഇപ്പം നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ തുറന്നാലോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ വേറെ എന്ത് തുറന്നാലോ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ആണ്. ഒരുപാട് ഈ ഹെയ്റ്റ്, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ നല്ല രീതിയിലാണ് ജീവിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ന്യൂസ് ചാനൽ തുറന്നാലും മറ്റേത് തുറന്നാലും ഇതൊക്കെ തുറന്നാൽ ഡിസ്ട്രാക്ഷൻസ് ആണ്, നമ്മൾ ഹെയ്റ്റ് മറ്റുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ മാറി നിൽക്കുക, ന്യൂസ് കാണാതിരിക്കുക. അതായത് ഞാൻ ചിലപ്പോൾ വിചാരിക്കുന്നു ന്യൂസേ കാണരുതെന്ന്, അത്രയും ഹെയ്റ്റും സംഭവങ്ങളാണ് ന്യൂസിലെല്ലാം വരുന്നത്. നല്ലതും ഉണ്ടാവും, പക്ഷേ ഈ വക സംഭവങ്ങൾ നമ്മളെ ഫുൾ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. നമ്മൾ മാക്സിമം ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഒഴിവാവാം. ഞാൻ പറഞ്ഞിരുന്നു ഈവൻ ഇൻസ്റ്റാഗ്രാം, ഞാൻ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് എല്ലാം ചെയ്യാറുണ്ട്. നിങ്ങളൊരു ലിമിറ്റ് വെക്കുക സംഭവങ്ങൾക്കൊക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെ ഫോക്കസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ എന്തിലാണോ നിങ്ങൾ ഒരു സംഭവത്തിൽ നിങ്ങളൊരു അതിൽ ഒബ്സസീവ് ആവാന്ന് പറയില്ലേ, അങ്ങനെ ഒബ്സസ്ഡ് ആയിട്ടുള്ളവരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൂ ജീവിതത്തിൽ. അതായത് നിങ്ങൾ അതിൽ ഫുള്ളി 100% കൊടുക്കുകയാണ്. നിങ്ങൾ ഈ കാഷ്വൽ ആയിട്ടുള്ള അത് നോക്കാം, നാളെ നോക്കാം, അത് നടക്കും, ഞാൻ ചെയ്യുന്നുണ്ട്, ട്രേഡ് ചെയ്യുന്നുണ്ട്, ഈ സംഭവമില്ലേ, നിങ്ങൾ ഈ മീഡിയോക്രസി മൈൻഡ് സെറ്റ് ഉണ്ട്, അത് മാറ്റിയിട്ട് ഒബ്സസ്ഡ് ആവുക. എൻ്റെ അടുത്ത് ചില റൂംമേറ്റ്സ് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഊണും ഉറക്കമൊന്നും ഇല്ലേ,
ഫുൾ ടൈം ഈ ചാർട്ട് നോക്കിയിരിക്കുകയാണല്ലോ, ചാർട്ടിലാണല്ലോ. അതെന്താണെന്നറിയാം, നമുക്ക് ഒബ്സസ്ഡ് ആവാണ്. നമ്മൾ ഇതിനകത്ത് ഒബ്സസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത് ഫുൾ ഫോക്കസ് അതിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവാണ്. ഓക്കെ, എനിക്ക് ഇതാണ് എനിക്ക് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഇത്, അപ്പം ഞാൻ അതിലോട്ട് ഫോക്കസ് ചെയ്യാണ്. കൂടുതൽ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല അതിനൊക്കെ, അല്ലെങ്കിൽ വേറെ സമയം വെക്കുകയാണ് നമ്മൾ. അപ്പം നമ്മൾ അതിൽ ഫോക്കസ്. പിന്നെ രണ്ടാമത്തേത്, നിങ്ങൾ ഈ ടൈപ്പ് ഓഫ് വീഡിയോസ് ഉണ്ട്, സൈക്കോളജി റിലേറ്റഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒരുപാട് യൂട്യൂബിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി ഹൗ ടു ബിൽഡ് സൈക്കോളജി എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് വീഡിയോസ് ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും, സൈക്കോളജി റിലേറ്റഡ്. അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അതുകൂടാതെ മെഡിറ്റേഷൻ, നിങ്ങൾ ഇപ്പം അമ്പലത്തിൽ പോകുന്നവരാണ് അമ്പലത്തിൽ പോവുക, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നവരുടെ പള്ളിയിൽ പോയി, അതായത് ആരുമില്ലാത്ത സമയത്തൊക്കെ പോയിട്ട് നിങ്ങളിങ്ങനെ ഫോക്കസ്ഡ് ആവുക. നിങ്ങൾ എല്ലാ ഡിസ്ട്രാക്ഷനിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾ പോയിന്റ് ബ്ലാങ്ക് അതിലോട്ട് മാറാൻ പറ്റുന്നുണ്ടോ ശ്രമിക്കുക. കാരണം നമ്മളെ ഇപ്പോഴത്തെ കാലത്തുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ സാധനം, ഈ മൊബൈൽ. ഇത് നമ്മളെ ഡിസ്ട്രാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 24 അവർ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുക, അനാവശ്യമായിട്ട് നമ്മളിങ്ങനെ സമയം ചിലവാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കുറേ മാറ്റി വെച്ചിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലല്ലോ, നമ്മൾ പഠിക്കുന്ന കാര്യമായാലും അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്, എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ട്, ആ ബിസിനസ്സിലോട്ട് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അതിനൊരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെച്ചിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? നല്ല പോലെ മൊബൈൽ എടുത്ത് നോക്കാതെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഇതൊക്കെ നമ്മളെ സൈക്കോളജിൻ്റെ പാർട്ടാണ്. ഇപ്പോഴുള്ള മക്കളൊക്കെ പ്രശ്നം എന്താ, ഷോർട്ട് റീൽസും ഇതും കണ്ടിട്ട് അവർക്ക് ഇത് ഫോക്കസ് ചെയ്യാനുള്ള മൈൻഡേ ഇല്ല. അപ്പം മാർക്കറ്റിൽ എങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്? ഇത്രയും റിയാക്ഷൻസ് തന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്. അതിൻ്റെ അകത്ത് എങ്ങനെ അതൊക്കെ നമുക്കിതിൽ എഫക്റ്റ് ആവും. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ഉപകരിക്കും. സൈക്കോളജി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ മാക്സിമം മെഡിറ്റേഷൻസ് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യുക. അതല്ലെങ്കിൽ ഈ വക വീഡിയോസ് കാണുക. നിങ്ങൾ പതുക്കെ ഈ എല്ലാത്തിലോട്ട് ഇൻവോൾവ് ചെയ്യുന്നത് ഒഴിവാക്കുക. അനാവശ്യമായിട്ട് കമൻസും അതും ഇതൊക്കെ ഇട്ടിട്ട് കുറേ പേരുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ, യൂട്യൂബിൻ്റെ ഇതിൻ്റെ അകത്തൊക്കെ ന്യൂസിൻ്റെ ചാനലുകാരിടുന്ന ഇത് TRP കൂട്ടാൻ വേണ്ടിയിട്ട് ഹെയ്റ്റുള്ള പല ന്യൂസുകളും കാണാം. അതിൻ്റെയൊക്കെ ഇങ്ങനെ അകത്ത് കയറി കമൻറ്റ് ചെയ്യുക, അത് ചെയ്യുക. നിങ്ങളെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെ ഒരു സമയം എനിക്കുണ്ടായിരുന്നു മുമ്പ്. ഞാൻ അനാവശ്യമായിട്ട് എനിക്ക് തന്നെ ഇങ്ങനെ ഫീലിംഗ് വരും, ഇതെന്താ ഇങ്ങനെ കമൻറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ. എന്നിട്ട് ആ കമൻറ്റ് നമ്മൾ എതിരായിട്ട് വേറെ കമൻറ്റ് ചെയ്യാൻ നിൽക്കുക, അങ്ങനെ. ലൈഫ് സ്പോയിൽ ചെയ്യുക. അതായത് നമ്മളെ ജീവിതത്തിൽ അതിനുകൊണ്ട് ഒരു ഉപകാരമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ഉപകാരമില്ല. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ സക്സസ്ഫുൾ ആക്കുക. നമ്മളെ നല്ല ഹ്യൂമൻ ബീയിങ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അതിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്താൽ നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, എന്ത് കാര്യവും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ റിലീജിയൻ അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, എല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് ആണ്. എല്ലാവരും നമ്മളെ ഒരു ഹെൽപ്പ് ചെയ്യേണ്ട അവസ്ഥ, നമുക്കൊരു ഒരു ആഘാതം വരുന്ന സമയത്ത് എല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് റിലേറ്റഡ് ആണ്. അതായത് എല്ലാവരും ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്ന മെൻറ്റാലിറ്റി ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും നമുക്ക് തിരിച്ച് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മൾ ബിൽഡ് ചെയ്യുക, നമ്മളെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ട്രസ്റ്റ് ഉണ്ടാവുക, ബിലീവ് ദ പ്രോസസ്സ്. അതായത് നിങ്ങൾ എന്ത് കാര്യമായിക്കോട്ടെ, ട്രേഡിംഗ് എന്നല്ല, ജീവിതത്തിൽ എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങളതിൽ ഫുള്ളി ഫോക്കസ് കൊടുക്കാൻ ശ്രമിക്കുക. ബിൽഡ് ചെയ്യാൻ പറ്റും, എന്തും ബിൽഡ് ചെയ്യാൻ പറ്റും, എല്ലാം പോസിബിളാണ്. മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സത്യം പറയാലോ, ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് പവർ ഇപ്പോഴാണ് മനസ്സിലാവും. അതായത് എത്ര പറഞ്ഞാലും മതിയാവില്ല. വേറൊരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, നമ്മൾ അത്രയും ഹെൽപ്ഫുള്ളായിട്ടുള്ള ആളുകളെ മനസ്സിലാക്കുന്ന കമ്മ്യൂണിറ്റിയാണ് നമുക്കുള്ളത്. അപ്പോൾ അത് ശരിക്കും വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. നമ്മളെ കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങൾ ഞാൻ ചില സമയത്ത് ആലോചിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ജെൻസി അടിപൊളിയാണ്. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ചില ചങ്ങായിമാർ വന്നിട്ട് ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാക്കി, പ്രൊജക്ട് സുലൈമാനി എന്ന് പറഞ്ഞിട്ട് ആ വേസ്റ്റ് കളക്ട് ചെയ്യാൻ തുടങ്ങി. അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതായത് അവർ ചെയ്യുന്നൊരു പോസിറ്റീവ്നെസ് അവിടെ ഇതാവാണ്. അതായത് പുതിയ ജനറേഷൻ കാണിച്ചു കൊടുക്കുകയാണ് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അധികാരികൾ എന്തായി കണ്ണു തുറന്ന് അവർ അത് ഇംപ്ലിമെൻ്റ് ചെയ്തു, ഫൈന് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്നെസ് ആണ്. അവർ ഫോക്കസ് ചെയ്യണം, ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം. അതെല്ലാത്തിലും ബാധകമാണ്. നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ സംഭവത്തിലും നിങ്ങൾ എന്ത് ചെയ്യണം, മെൻ്റലി നിങ്ങൾ ഇമ്പ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആവണം. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഡോഗിൻ്റെ മെൻറ്റാലിറ്റിയും ഒരു പുലിൻ്റെ മെൻറ്റാലിറ്റിയും ഭയങ്കര ഡിഫറൻസ് ആണ്. അതേപോലെ ആവണം ജീവിതത്തിൽ. നമ്മൾ എല്ലാ കാര്യത്തിലും അനാവശ്യ കാര്യമാണെന്ന് തോന്നുന്നത്, നിങ്ങൾക്കൊരു ഉപകാരമില്ല എന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ഇൻവോൾവ്ഡ് ആവാതിരിക്കുക. നിങ്ങളെ സ്ട്രെസ്സ് ചെയ്യാതിരിക്കുക, മൈൻഡ് കൊടുക്കാതിരിക്കുക.
ഹെയ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ, ഹെയ്റ്റ് ആയിട്ടുള്ള കമൻസ്, ഹെയ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിലോട്ട് ഫോക്കസ് ചെയ്യാതിരിക്കുക. അനാവശ്യമായിട്ട് നിങ്ങളെ മൈൻഡ് സ്ട്രഗിളിലോട്ട് കൊണ്ടുപോകാതിരിക്കുക. സോ ഗൈസ്, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? സൈക്കോളജി നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിൽ 1, 2, 3 മാർഗ്ഗങ്ങളാണ് ഞാൻ തന്നിട്ടുള്ളത്. ഒന്ന്, ഈ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുക. രണ്ടാമത്തേത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് മാത്രം കാണാം. നിങ്ങളെ FIP കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കേണ്ടത് എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള FIPയിലോട്ട് മാറി വരിക. നിങ്ങളെ സോഷ്യൽ മീഡിയ ഏത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, നിങ്ങളെ FIP എന്ത് ചെയ്യണം? നല്ല പോസിറ്റീവ്നെസ് ഉള്ള മണി മാനിഫെസ്റ്റേഷൻ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാം. എങ്ങനെ പൈസനോട് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും, പൈസനെ എങ്ങനെ അട്രാക്ട് ചെയ്യാൻ പറ്റും ലൈഫിലോട്ട്, ഇങ്ങനെയുള്ള പല വീഡിയോസ് ഇല്ലേ, അതൊക്കെ കാണാം. എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനത്തെ വീഡിയോസ് മാത്രം കാണാം. അതായത് ഡെവലപ്മെൻറ്റ് തരുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് അത് കാണാം. ഇപ്പോൾ വായിക്കാൻ പറ്റുന്ന വായിക്കാം, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുന്ന വായിക്കാം. ചിലർക്ക് വായിക്കാനുള്ള ഇത് അത്ര ഉണ്ടാവില്ല, പക്ഷേ അങ്ങനത്തെവർക്ക് ഓഡിയോസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട് ഒരുപാട്. മെൻ്റലി സ്ട്രോങ് ആവാൻ ശ്രമിക്കുക ഗൈസ്. എനി മോർ ക്വസ്റ്റ്യൻസ് ഗൈസ്? എനിക്ക് ഏകദേശം ഇത് സ്ട്രീം എൻഡ് ചെയ്യാനുള്ള സമയം തുടങ്ങി. യെസ് ബ്രോ. നമ്മളിപ്പോ ഈ ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് ഇതിനെ ഒരുപാട് ബാധിക്കുന്നുണ്ടല്ലോ ഈ ട്രേഡിങ്ങിനെ. ഇപ്പം ആ വാർ സ്റ്റോപ്പ് ആവാൻ പോകുന്നു പറയുമ്പോൾ പെട്ടെന്ന് മാർക്കറ്റ് ഹൈ ആവും. യെസ് ആനസ്, ഞാൻ ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ നോർമലി എപ്പോഴും ഞാൻ പ്രൈസ് ആക്ഷൻ മാത്രമാണ് ഇതിനകത്ത് പറയാറുള്ളത്. ബട്ട് സ്റ്റിൽ ദർ ഇസ് ബിഗ് ചാൻസസ് ആണ് ചില സമയത്ത് നമ്മളെ ഈ ജിയോ പൊളിറ്റിക്കൽ സംഭവങ്ങൾ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. നമ്മളെ പ്രൈസ് ആക്ഷനൊക്കെ അങ്ങനെ പറത്തിക്കളയും നമ്മൾ. കാരണം ലെവൽസ് എല്ലാം ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ലെവൽസ് എല്ലാം ഡ്രോ ചെയ്ത് വെച്ചത് ഒക്കെ ഇങ്ങനെ ബൈയിങ് പോകണം. ഇവിടുന്ന് ഒരു റിയാക്ഷനും തരാതെ ബൈയിങ് പോയിക്കൊണ്ടേയിരിക്കും. ചിലപ്പം ഇവിടുന്ന് ഒന്നും റിയാക്ഷൻ തരാതെ ഫുൾ ബൈയിങ് പോകും. അതിൻ്റെ റീസൺ എന്തായിരിക്കും? ആ ഹർമോസ് മറ്റേ കടലെടുക്കോ അതൊക്കെ അല്ലേ, ഇങ്ങനെയുള്ള ന്യൂസ് ഉണ്ടാവും. ഈ ട്രംപ് എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് മാർക്കറ്റിൽ പാനിക് സിറ്റുവേഷൻ ഉണ്ടാവണം. അപ്പം ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി കാണുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും? അവിടെ വെച്ചിട്ട് ബൈയിങ് അങ്ങോട്ട് തുടങ്ങും. അതല്ല, ഓപ്പർച്യൂണിറ്റി വേറെ സെല്ലിങ് ഓപ്പർച്യൂണിറ്റി അവിടെ വെച്ചിട്ട് ഫുൾ സെല്ലിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അഥവാ അങ്ങനെ മാർക്കറ്റിൽ വോളറ്റൈൽ മൂവ്മെൻറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഒരു കാരണവശാലും അതിൽ തല വെച്ച് കൊടുക്കാതിരിക്കുക. അതാണ് ബെസ്റ്റ് മെത്തേഡ്. എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ പറയാം, ബെസ്റ്റ് മെത്തേഡാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ എന്താവുമെന്ന് വെച്ചാൽ, ഈ ബൈയിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതുക, ഭയങ്കരമായിട്ട് ബൈയിങ് ആണ്. അപ്പം നിങ്ങളിങ്ങനെ ഒബ്സർവ് ചെയ്യണം, ഇത് എവിടേക്ക് വരെ പോകുന്നു, എവിടേക്ക് വരെ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിഗ്രറ്റ് ഒക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഇൻ കേസ് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ കാണിച്ചിടും. ആ ബൈയിങ് പോയിട്ട് സ്ലോ ഡൗൺ ആയി, ബൈയിങ് സ്ലോ ഡൗൺ ആയി, പിന്നെ സെല്ലിങ് സ്റ്റാർട്ട് ആവാൻ തുടങ്ങി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, സെല്ലിംഗ് ആണ്. അപ്പം ഇനി സെല്ല് വരാനുള്ള ഏരിയാസ് നിങ്ങൾക്ക് അറിയാം. ഇതുവരെ സെല്ല് വരാൻ ചാൻസ് ഉണ്ട്. കാരണം മാർക്കറ്റ് ഇംബാലൻസ് തന്നിട്ടാണ് ഇത്രയും മൂവ് ചെയ്തിട്ടുള്ള. ആ ബാലൻസ് ഫില്ല് ചെയ്യാൻ മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്തായി? നിങ്ങൾക്ക് സെല്ലിങ് ചാൻസ് കിട്ടുകയാണ് അവിടെ. അപ്പോഴും നിങ്ങൾക്ക് ചാൻസ് കിട്ടും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ. നേരെ മറിച്ച് നിങ്ങൾ ബൈങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഈ സ്ട്രോങ് ബൈങ് ആണ്, ആ സമയത്ത് സെല്ല് ചെയ്യാതിരിക്കുക. ഭയങ്കര സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിലൊക്കെ വന്ന് ക്ലോസ് ചെയ്യാണ്, സെല്ല് ചെയ്യാതിരിക്കുക. കാരണം ഞാൻ പറയാറുണ്ട്, മാർക്കറ്റിൽ റിയാക്ഷൻ നോക്കണം, ക്യാൻഡലിൻ്റെ റിയാക്ഷൻ നോക്കണം, ഭയങ്കര സ്ട്രെങ്ത് ആയിട്ടൊക്കെ മാർക്കറ്റ്. അപ്പം നിങ്ങൾ ഇപ്പം വോളറ്റൈലായിട്ടൊരു വലിയ ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വന്ന് കരുതുക. അപ്പം ചിലർ വിചാരിക്കും ഈ ഏരിയ പ്രീവിയസ്ലി ഇവിടെ സെല്ലുണ്ട്, ഇവിടുന്ന് ഇമ്മീഡിയറ്റ് സെല്ല് വരും. പക്ഷേ ഇവിടുത്തെ ക്യാൻഡിലും അവിടുത്തെ ക്യാൻഡിലും ഭയങ്കര വ്യത്യാസമായിരിക്കും. ഇവിടെ ഭയങ്കര ഗ്രീൻ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, റീട്രേസ്മെൻറ്റിന് വെയിറ്റ് ചെയ്തിട്ട് ബൈയിങ് പോകാൻ ശ്രമിക്കുക. അതായത് ബൈയിങ് സ്ട്രെങ്ത് കാണിക്കുകയാണെങ്കിൽ മാർക്കറ്റ് അവിടെ പോയിട്ട് സെല്ലടിക്കാതിരിക്കുക. പിന്നെ അത്ര കൺഫ്ലുവൻസ് ആണ് നിങ്ങളിപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മളൊരു സോണൊക്കെ വരച്ചിട്ടില്ലേ, ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ അകത്ത്. ആ ടൈം ഫ്രെയിമിൻ്റെ അകത്തോട്ട് ഇപ്പം ഇവിടോട്ടൊക്കെ വരാണെന്ന് കരുതുക, പെട്ടെന്ന് മാർക്കറ്റ് ഇങ്ങനെ വോളറ്റൈലായിട്ട് ഇവിടോട്ട് വരികയാണെങ്കിൽ അപ്പോൾ ഓക്കെ, ഞാൻ കണ്ണും പൂട്ടിയിട്ട് ഇവിടുന്ന് ബൈയിങ് അടിക്കാറുണ്ട്. കാരണം ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ അകത്ത് റിയാക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ആണെങ്കിൽ. പക്ഷേ നേരെ മറിച്ചിട്ട് ക്യാൻഡിൽ ഇങ്ങനെ പതുക്കെയാണെങ്കിലോ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഇങ്ങനെ പതുക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, കറക്റ്റ് പ്രൈസ് ആക്ഷൻ പാറ്റേൺ ഇത് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ ഞാൻ ഇവിടുന്ന് ബൈയിങ് പോവുക. കാരണം എന്താ? മാർക്കറ്റ് എല്ലാ ബാലൻസും ക്ലിയർ ചെയ്തിട്ടാണ് വരുന്നത്, ഒരു ഇംബാലൻസും ഇല്ലാതെ മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സെല്ലിങ് കൂടുതലും പിന്നെയും ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇവിടുന്ന് ബൈയിങ് അടിക്കുന്നവരെ. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മാർക്കറ്റിലെ ബ്രീത്തിങ് നിങ്ങൾ അറിയണമെന്ന്. ക്യാൻഡിൽ എങ്ങനെയാണ് ക്രിയേഷൻ തരുന്നത്, ഈ ക്യാൻഡിൽ ക്രിയേഷൻ തരുന്നത് ഇംബാലൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ്, ഇത് FVG ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ
കൂടുതൽ ചാൻസ് എന്താ ഇവിടുന്ന് ബൈങ് പോവും. അതല്ല ഫുൾ ഫില്ല് ചെയ്തിട്ട് വരുന്നതാണെങ്കിൽ നിങ്ങളെല്ലാവരെയും ട്രാപ്പ് ചെയ്യും. ഇവിടുന്ന് ബൈ അടിക്കുമ്പോൾ ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ലെവൽ ഉണ്ടാവും താഴെ ഇവിടോട്ടൊക്കെ വന്നിട്ടായിരിക്കും പിന്നെ ബൈങ് പോവുക. സോ ദാറ്റ്സ് ഇറ്റ്. എത്ര വോളറ്റൈൽ മാർക്കറ്റ് ആണെങ്കിലും വെയിറ്റ് ചെയ്യുക ഗൈസ്, നിങ്ങൾക്ക് ചാൻസ് കിട്ടും. എനിത്തിങ് എൽസ് ഗൈസ്? അപ്പം ഞാൻ ചെറിയൊരു പർച്ചേസിന് പോകാനുണ്ട്. നമുക്കെല്ലാവർക്കും അടുത്ത നാളത്തെ ലൈവ് സ്ട്രീമിൽ കാണാം ഗൈസ്. ഓക്കെ, ഞാനിത് ടീം ബ്രോ യെസ്